Alcoholic consumption and smoking is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. എന്താ കാര്യം ചേട്ടാ? അർജന്റായിട്ട് വരാൻ പറഞ്ഞല്ലോ. എടാ, ഇനി എനിക്ക് ഒളിച്ച് ജീവിക്കാൻ പറ്റില്ലടാ. ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ പിസ്റ്റൾ എടുത്തോണ്ട് വാടാ, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. ചേട്ടാ, കാര്യം എന്താന്ന് വെച്ചാൽ പറ. എടാ, കൊച്ചിയിലെ ഡോണായ പിസ്താൻ എന്ന ഞാൻ ഇന്നലെ ഇറങ്ങിയ പീക്കിരി പിള്ളേരുടെ വിറപ്പിക്കൽ കേട്ടിട്ട് എന്തിനാ ഇങ്ങനെ പാത്തിരിക്കുന്നേ? ഇപ്പം ഞാനിങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് എനിക്ക് അപമാനമാടാ. അപമാനം, അപമാനം. ഇതിനെല്ലാം കാരണം ആ സൈലന്റ് സിദ്ധാർത്ഥാണ്. അവനെ തീർത്ത് കെട്ടാനായിട്ട് ഒരു നല്ല സ്കെച്ച് തയ്യാറാക്കണം. ഏത് സ്പോട്ടിൽ വെച്ച്? കുട്ടികൾക്ക് ഉത്സവത്തിന് വേണ്ടി വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഏരിയയിലുള്ള ഷോപ്പിംഗ് മോളിലോട്ട് അവൻ നാളെ വരുന്നുണ്ട്. എടാ, അവൻ വരുവോടാ? ഈ സമയത്തിനകം വരേണ്ടതാണല്ലോ. തീർച്ചയായും വരും ചേട്ടാ. വരുമല്ലോ അല്ലേ? ചേട്ടാ, അങ്ങോട്ട് നോക്കിയേ. അതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ വരുന്നു. ടി നഗറിലുള്ള പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് നമ്മൾ വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ നല്ല ചീപ്പായിട്ട് നല്ല ബെസ്റ്റ് സാധനം കിട്ടുമായിരുന്നു. ഇവിടുന്ന് തുണി വാങ്ങുന്നത് വേസ്റ്റാ. വാ ചേട്ടാ പോവാം. അവിടെ മാത്രം ബ്രോഡ്വേ മാർക്കറ്റ് പോയി ഇതിൽ ചീപ്പായിട്ട് കിട്ടില്ല. എറണാകുളം മാർക്കറ്റ് പോയാൽ ഇതിന് ചീപ്പായിട്ട് കിട്ടും.
എവിടെ നോക്കടാ, നിങ്ങളൊന്നും ചീപ്പായിട്ട് ചിന്തിക്കല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് മര്യാദക്ക് കേക്ക്. ഇപ്പൊ നീ പോയിട്ടേ ഷോപ്പിങ്ങിന് നോക്കേ. അപ്പോ ചേട്ടനോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിൽക്കാനോ? എടാ എടാ വാ വാ വാടാ, വാ, പോവാം, 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 വാടാ. വാ. ഹലോ, മോനെ എന്തിനാ മോനെ കരയുന്നേ? ചേട്ടാ ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ. ചേട്ടാ അവൻ അങ്ങനെ വിടുന്ന ആളല്ല കേട്ടോ, ഓടിക്കോ. ചേട്ടാ എസ്കേപ്പ് ആവാൻ നോക്ക്, അവന്റെ കൈ കിട്ടിയാ പോക്കാം. ചേട്ടാ ചേട്ടാ അതെ ഈ വഴിക്ക്. എടാ കുറച്ചു പേര് അങ്ങോട്ട് പോകും, കുറച്ചു പേര് ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകും. വാ പോ പോ. ഡാ. അയ്യോ മാറി എത്തി. അയ്യോ അമ്മേ. ഹേ മിസ്റ്റർ, ഒന്ന് നിന്നേ ആ പ്ലീസ്. അയ്യോ എന്തു പറ്റി മുത്തശ്ശി? മോളെ ഒന്ന് പിടിച്ച് ഇവിടെ നോക്കി. വയസ്സായവരെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഓടിപ്പോവാൻ നോക്കുവാണല്ലേ നിങ്ങള്. നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ദേഷ്യം വരിക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്? സോറി പറയേ. മുത്തശ്ശിയുടെ അടുത്ത് ഇപ്പൊ തന്നെ സോറി പറയാൻ. ഹലോ, ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നേ. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? സോറി പറയാൻ. സോറി മുത്തശ്ശി, ഞാൻ കണ്ടില്ല. സോറി സോറി. ചേട്ടാ എന്തു പറ്റിയേട്ടാ? ചേട്ടാ എന്തു പറ്റി ചേട്ടാ? അവനെ ആ സെല്ലിലേക്ക് ഇട്ടേക്ക്. ഗുഡ് മോർണിംഗ് സർ. സർ, ഈ റൗഡിയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അലഞ്ഞതല്ലേ. പക്ഷെ സാറിന് ഇവനെ പെട്ടെന്ന് പിടികൂടാൻ പറ്റിയല്ലോ. ഇവനെങ്ങനെ പെട്ടുന്നല്ലേ? ആ സിദ്ധുവിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടാ പിടി തന്നത്. ഇല്ല സർ, ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഡാ, എത്ര നേരാടാ വെട്ടിക്കൊണ്ടിരിക്കുന്നേ? പെട്ടെന്ന് തരാൻ നോക്ക്. എന്റെ ശിഷ്യന്മാർക്കും കൊടുക്കടാ, അവരും കുടിക്കട്ടെ. കൊടുക്ക്. ചൂട് കുറയ്ക്കാൻ വേണ്ടി നീ ഇളനീര് കുടിക്കണോ? ഈ സിദ്ധുവിന്റെ ടെൻഷൻ മാറണമെങ്കിൽ ഇളനീരല്ല, നിന്റെ വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടി വരും. സിദ്ധു സിദ്ധു എന്നെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. നിന്റെ കാല് പിടിക്കാം. ചേട്ടാ അവൻ വെറുതെ അടവെടുക്കുക. വെറുതെ വിടരുത്. അവനെ വെറുതെ വിടരുത്. വിട്ടേക്കല്ലേ. അയ്യോ ചേട്ടാ. ഹലോ, മറ്റുള്ളവരെ തല്ലുന്നതും അടിക്കുന്നതും തെറ്റല്ലേ? ആ വാള് താഴെ ഇട്ടേക്ക്. ഗുഡ് ബോയ്. ഇനി മുതല് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാ സോറി പറയ്.
സോറി പറയാൻ. സോറി പറയ്. സോറി. ആരാടാ ഇദ്ദേഹം? ചെറിയ ഓ, ചെറിയേട്ടനാണല്ലേ. ആഹാ, ഇവിടെന്താ ഷൂട്ടിംഗാ? ആരതിന്റെ ഹീറോ? ഏയ്, ഒന്ന് പോവാൻ നോക്കണം. സാർ, സീരിയലാ? ഇല്ല, റിയലാ. ആരുടെ ഇവൻ? ഒരു മർഡർ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ലവർ മേടിച്ചെന്ന് തുണി നശിപ്പിച്ചിട്ടാ പോയതവൻ. നീ ചെയ്ത സഹായം ഞാൻ ലൈഫിൽ മറക്കില്ല. താങ്ക് യു ഫ്രണ്ട്. എടാ, ചേട്ടൻ നിന്നോട് താങ്ക്സ് പറയുന്നത് കേട്ടില്ലേടാ? നീയും അങ്ങോട്ട് താങ്ക്സ് പറയടാ. ഇതുപോലുള്ള ഡ്രസ്സ് നിനക്ക് എത്ര വേണമെങ്കിലും വാങ്ങിത്തരും. ചേട്ടന്റെ പേര് അറിയില്ലേ നിനക്ക്? ചേട്ടൻ്റെ പേര് പറയാതെ അങ്ങനെ അറിയാനാ? സൈലന്റ് സിദ്ധു. എന്തായാലും നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ പിന്നെ ഇത് ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. അങ്ങനെ കുത്തി തുറന്നാൽ ഓപ്പൺ ആവത്തില്ല. എടാ വാടാ ഇവിടെ വാടാ. കാറ് കുത്തി തുറക്കാൻ നോക്കുന്നതാ. ഇന്നാക്കി ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യും. വേണ്ട സാർ, വേണ്ട സാർ. താക്കോലിട്ട് തുറക്കടാ, വാങ്ങിക്കടാ. ഈ കാറിനെ കുറിച്ച് നിനക്ക് അറിയാൻ മേലത്തോണ്ടാ. നല്ല ഭാഗ്യമുള്ള കാറാ. എല്ലാവരും സൂപ്പറാന്നാ പറയാറ്. ആക്ച്വലി ഈ കാറ് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടായത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കാർ എടുത്ത് ഒന്ന് ചുറ്റി കറങ്ങിട്ട് വാ. പിന്നെ എന്തൊക്കെ ഭാഗ്യം നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. എടുത്തോണ്ട് പോകോ? വേണ്ട സാർ. അല്ല അങ്ങനെ പറയാം, എടുത്തോണ്ട് പോ. അയ്യോ, നിനക്കെന്താ? എന്ത് പറ്റി നിനക്ക്? നല്ല ചൂടുണ്ടല്ലോ. എന്റെ ദൈവമേ. അതെ സാർ, ഞാൻ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല സാർ. ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല സാർ. അയ്യോ, ദയവ് ചെയ്തിട്ട് എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കില്ല സാർ. അല്ലല്ലോ, വാ ഇങ്ങോട്ട് വാ. ഇരിക്ക്. നീ പേടിക്കണ്ടെന്നേ, ഞാനൊരു ഡോക്ടറാ. ഇങ്ങനെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് എന്റെ ജോലിയാ. ഒന്ന് കണ്ണു തുറന്നേ. ആഹാ, ഈ കണ്ണ് കാണാൻ വയ്യല്ലോ. ഈ കണ്ണിനാണ് വെള്ളെഴുത്തുമുണ്ട്. ഇനി വായിന്ന് ആന്ന് പറഞ്ഞേ. വല്ലപ്പോഴും ഒന്ന് പല്ല് കേൾക്കാൻ പാടില്ലടാ. വായ്നാറ്റം കൊണ്ട് നിനക്ക് വല്ല അസുഖം പിടിക്കൂടാ. ചേട്ടാ, ആരാ ഇയാള്? എന്തു പറ്റി? അതെ, ഇവന് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ബാഗിനകത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന നോട്ട് ഇരിപ്പുണ്ട്. പ്രിസ്ക്രിപ്ഷൻ. ഞാൻ പോട്ടെ സാർ. ഏയ്, അവിടെ നിക്കടാ, ഞാൻ മരുന്ന് എഴുതി തരട്ടെ. ഈ മരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാന്ന് വെച്ചാൽ എന്റെ കാശില്ലല്ലോ. ഒരു മിനിറ്റ് നിൽക്കേ. ഇത് വാങ്ങിക്കും. ഇന്ന് 500 രൂപയുണ്ട്. എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് ബാക്കി മരുന്ന് മേടിക്കും. പിന്നെ ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. 3 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ നോക്കും. സാർ, നിങ്ങൾ മനുഷ്യനല്ല സാർ,
നിങ്ങൾ സാക്ഷാൽ ദൈവം. അയ്യോ കാലൊന്നും പിടിക്കണ്ട. ഒരു കുഴപ്പമില്ല. ഇനി മോഷ്ടിക്കാതെ നോക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്ത് ചെയ്യും സാർ? എന്റെ കാവേരിനെ നീ ഒന്ന് ഓർത്താ മതി. കാവേരി ഹോട്ടൽ അടച്ചുപോയി സാർ. എടാ പൊട്ട, അതെന്റെ ഹോസ്പിറ്റലാടാ. നീ അങ്ങോട്ട് വന്നാലേ നിനക്ക് ശാപ്പാടും കിട്ടും മരുന്നും കിട്ടും. നമസ്കാരം സാർ. ഓക്കെ. നമസ്കാരം മാഡം. ചേട്ടാ അവൻ കള്ളനാണോ? അതേടാ, അവന് ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തോണ്ട് അവന്റെ കാറ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. പോലീസിൽ ഇൻഫോം ചെയ്തൂടെ? പോലീസിൽ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് കാശ് കിട്ടോ? വാ നീ വണ്ടി കയറാൻ നോക്ക്. ചേട്ടാ യു ആർ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. താങ്ക് യു. ചേട്ടൻ ഇപ്പോഴും കോമഡി തന്നെയാ. മോളെ, നിന്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. 2-3 ദിവസം കഴിയുമ്പോ ഒരു ക്ലയന്റ് മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ പോയി അവരൊന്ന് കാണണം. എന്താ കാര്യം ചേട്ടാ? അവർക്കൊരു മകനുണ്ട്. അവനും എന്നെ പോലെ ഡോക്ടറാ. ആള് നല്ല ഹാൻസമാണ്. നീ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ കല്യാണം നടത്തി കൈ തരും. കല്യാണോ? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട ചേട്ടാ. ഇപ്പൊ വേണ്ട, 2-3 മാസം കഴിഞ്ഞിട്ട് മതി. അതുകൊണ്ടല്ല ചേട്ടാ, ചേട്ടൻ നേരത്തെ തന്നെ ഒരു ഡോക്ടറായില്ലേ, അതുകൊണ്ട് ഇനി ഒരു ഡോക്ടർ എന്തിനാണെന്ന് എനിക്ക് ആ പയ്യൻ വേണ്ട. നീ അവനെ ഒരു പ്രാവശ്യം കണ്ട നീ പിന്നെ ഒരിക്കലും അവനെ റിജക്ട് ചെയ്യില്ല. അവന്റെ ഫോട്ടോ എന്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം. വേണ്ട ചേട്ടാ. ചേട്ടാ ആരാടാ അത് എൽബോർഡ് വെച്ചു? നോക്കടാ, അടിക്കടക്കടാ. നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കൊണ്ടുവന്നാണോ ഇരിക്കുന്നത്? നിനക്കെന്താടാ കണ്ണിന് കാഴ്ചയൊന്നും? അല്ലല്ല, ആക്ച്വലി ഓരോ മാസം ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, എന്താടാ നീ തമാശ കളിക്കാണോ? നെക്കലെന്ന് വെച്ചാ എങ്ങനെയാടാ ഇടിച്ചതെന്ന്? ആക്ച്വലി ഈ ഫോൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ എനിക്കറിയാം. ഫോണിൽ നോക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തതാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ വിളിക്കാം. എന്താ പറയുന്നേ? ചേട്ടാ പോലീസിനടുത്ത് പോകുന്നാ പറയുന്നേ. എന്താടോ, പോലീസിനോട് പറയണമെന്നാണോ? ഞങ്ങൾ കാണാത്ത പോലീസോ? എന്നാ താൻ വിളിക്കടോ, ഞാൻ ഒന്ന് കാണട്ടെ ആരെ വരുന്നില്ല. തെറ്റ് പറ്റി കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. പോലീസ് നമ്പറും തന്നെ. നമ്പറോ? ചേട്ടാ പബ്ലിക്കൊക്കെ ഉണ്ട് ചേട്ടാ, വേണ്ട. ഈ ചെറിയ ആക്സിഡന്റ് എന്തിനാ പോലീസൊക്കെ? ഇത് ഞങ്ങൾ തന്നെ ശരിയായിക്കോളാം, ചേട്ടൻ പോയിക്കോ. അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഗ്യാരേജ് ഉണ്ടെങ്കിൽ അവിടെ പോയി വണ്ടി റിപ്പയർ ചെയ്യാം. ബില്ല് എത്ര വന്നാലും അത് ഞാൻ തന്നെ കൊടുത്തോളാം. എനിക്കറിയാം തെറ്റ് എന്റെ ഭാഗത്താണ് ഉണ്ടായത്. കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ പോയിക്കോ. റിപ്പയർ ഒക്കെ എന്തിനാ? അത് ഞങ്ങൾ ചെയ്തോളാം, സാറ് പൊക്കോളൂ. ഇല്ല കൂട്ടുകാരാ, എന്റെ ഭാഗത്താ തെറ്റ്. ഞങ്ങള് തന്നെ ഇത് റെഡിയാക്കാളോന്ന് ഞങ്ങള് തന്നെ പറഞ്ഞല്ലേ ചേട്ടാ. എന്തിനാ ഞങ്ങളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? പോവാൻ നോക്കി ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇതെന്റെ വിസിറ്റിംഗ് ആണ്. ഞാൻ ഡോക്ടർ കാമേഷാണ്. ബില്ല് വന്നു കഴിയുമ്പോ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അത് എത്രയായാലും ഞാൻ തന്നെ കൊടുത്തോളാം. കാരണം തെറ്റ് എന്റെ ഭാഗത്താണ്. അയ്യോ, എന്തോ ഒരു കാര്യം മറന്നുപോയല്ലോ. രക്ഷപ്പെട്ടു. ബില്ല് മറക്കരുത്. വണ്ടി വിട് ചേട്ടാ. അയ്യോടാ, ഡ്രൈവർക്ക് BP ഇത്തിരി കൂടുതലാന്നാ തോന്നുന്നത്. ഒരു പ്രാവശ്യം അത് ചെക്ക് ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ വാ. ഹലോ, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പുണ്യവാളാ. കാശില്ലെങ്കിലും ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഉത്തമ പുരുഷ. ഡോക്ടർ കാമേഷ് അല്ലേ സംസാരിക്കുന്നത്? അതെ. നമസ്കാരം സാർ. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? സാർ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ് സാർ. താങ്ക് യു. സാർ, നിങ്ങൾ വളരെ നല്ലൊരാളാണ് സാർ. സാർ, നിങ്ങൾ ഒരുപാട് ഗ്രേറ്റ് ആണ് സാർ. ഓ, താങ്ക് യു വെരി മച്ച്. സാർ, സാറിന്റെ അനിയത്തി സാറിനേക്കാളും ഗ്രേറ്റ് ആണ് സാർ. താങ്ക് യു വെരി മച്ച്. കാണാനും വളരെ സുന്ദരിയാണ് സാർ. കാണാനോ രക്തചന്ദ്രൻ പോലെയല്ലേ സാർ? ആരാണ് നീ? ആരാന്നല്ല ചോദിച്ചേ. സാർ, ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രദറിലുമാണ് സാർ. നിന്നെ കൊന്നുകളാ ഞാൻ. സാറിന്റെ അനിയത്തിയെ സാറ് തന്നെ കൊല്ലുവോ സാർ? ഈ ചെറ്റകൾക്ക് എന്റെ വീട്ടിലെ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടുന്ന മനസ്സിലാവത്തത്? വൃത്തിയിട്ടവൻ, നാണമില്ല തമ്മര്. അവനെങ്ങനെ എന്റെ കൈ കിട്ടിയ കുന്നുകളഞ്ഞനെ. ചേട്ടാ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാമേ.
ഓക്കെ മോളെ, നീ സൂക്ഷിച്ചു പോയിട്ട് വാ. റോട്ടിൽ നടക്കുന്ന വഴിയിലൊക്കെ ഒരുപാട് വൃത്തികെട്ടവന്മാരെ കാണും. അവരെ ഒന്നിനും മൈൻഡ് ചെയ്യരുത്. അവനെയൊക്കെ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും വലിയ തെറ്റാ. ഹായ് ഹായ് പ്രേം. ഹായ് ചാർമി. ഹലോ പ്രേം, സുഖാണോ? എന്താ ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കണ്ടിട്ട് വന്ന് വിളിച്ചു വന്ന. എന്തു പറ്റി? വല്ല പനിയുണ്ടോ? അയ്യോ നോ അങ്കിൾ, ഐ എം വെരി ഫൈൻ. നോക്കിയേ, ഞാൻ നിന്നേക്കാൾ 2 വയസ്സിനാ മൂപ്പ് കൂടുതൽ, അത്രേ ഉള്ളൂ. ദേവി തന്നെ അങ്കിളെന്ന് വിളിക്കാൻ നിൽക്കരുത്. ഞാനൊരു ഡോക്ടറാണ്. എന്നെ നീ ഡോക്ടർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കാമേഷ് എന്ന് വിളിക്കണം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഐ എം എ പ്രൊഫഷണൽ ഡോക്ടർ. അതൊക്കെ പോട്ടെ, സാറിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. ഏതോ ഒരു വൃത്തികെട്ടവൻ എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്റെ പെങ്ങള് മോശമാണെന്ന് പറഞ്ഞു. അവനെ ഞാൻ എന്റെ കയ്യിൽ ഇത് നമ്മുടെ ഫോണാണല്ലേ? നമ്മുടെ ചാർമിയെ പറ്റി ആർക്കങ്ങനെ സംസാരിക്കാൻ ധൈര്യം? അവനെ നമ്മുടെ ഫോണായത്. എന്നാലും നിങ്ങൾ ചെയ്തോട്ട് ശരിയായില്ല. അതിന് ഞാൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇത്രയും കാലമായിട്ടും എന്നൊരു അന്യനെ പോലെ നിങ്ങൾ കാണുന്നത്. ഞാൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല. ഞാൻ നിന്നൊരു ഫാമിലി മെമ്പറെ പോലെ കണ്ടേക്കുന്നത്. എന്റെ പുതിയ മെഡിസിനല്ല ഞാൻ നിന്നിലല്ലേ പരീക്ഷിക്കുന്നത്. പിന്നെന്താ കുഴപ്പം? എന്തൊക്കെ പറഞ്ഞാലും ചെറിയ പ്രായത്തിലെ മലേറിയയും ചിക്കൻ ഗുനിയും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നേ പിന്നെ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഫാമിലി ഡോക്ടറാ. ഈ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യജിക്കാനും തയ്യാറാണ്. ഫോൺ ബെല്ലടിക്കുന്നു. ഇത് അവനായിരിക്കും. അവനാണോ? ആ ഫോൺ എടുത്തിട്ട് എനിക്ക് തന്നെ. അവനെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹലോ. ആ എന്താണ് പരിപാടി? എന്താ ഡോക്ടർ? അപ്പൊ തന്നെ എന്നെ പറ്റി കംപ്ലൈന്റ് ഒക്കെ കൊടുത്തല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാ? താൻ ഏതാടോ? തന്റെ അനിയത്തി ഇപ്പോ എയറോബിക്സ് ക്ലാസ്സിന് പോകാൻ ഇറങ്ങാന്നൊക്കെ എനിക്കറിയാടോ. അവളെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ട് താലി കെട്ടാന്നാ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ ഷൂട്ട് ചെയ്യൂടാ. നിന്നെ എന്റെ നീ ഏതാടാ? എന്താ ഞാനോ? ഞാൻ ആരായ നിനക്കെന്താടാ? അതെടാ, ഞാനും ചാർമി ലവേഴ്സാ. നീ ഏതാടാ? ഏത്? ഓ അങ്ങനെയാണോ? എന്നാ ചെയ്യടാ. നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ. എന്താ ഇത്? എന്താ സംഭവിച്ചേ? നീ അവളും തമ്മിൽ പ്രേമ? നീ എങ്ങനെ പറഞ്ഞേ? അവനെ ചാർമിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നാ പറയുന്നത്. എന്റെ ദൈവമേ, കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞോ? നിങ്ങൾ ടെൻഷൻ ആവുന്നത് എന്തിനാ? ഇവളെ പിക്കപ്പും ഡ്രോപ്പൊക്കെ ഞാൻ ചെയ്യില്ലേ? ഗുഡ് ഐഡിയ അല്ലേ? ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അയ്യോടാ, ഞാൻ ടെൻഷൻ അടിക്കാതെ എങ്ങനെ ഇരിക്കും മോളെ? അയ്യോ വിഷമിക്കല്ലേ, ഞാനില്ലേ. വാ പോവാന്നേ. ബൈ ചേട്ടാ. ഹലോ. ഹേയ് സിദ്ധു, ഉറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലേ? ഒരു മനുഷ്യനായിരുന്നിട്ട് മറ്റുള്ളവരെ കരുണയില്ലാതെ കൊല്ലുന്ന എന്തിനാ? നിനക്കെന്താ മനസാക്ഷിയില്ലേ? മറ്റുള്ളവരെ എതിർക്കുന്നു, പണം ചോദിക്കുന്നു. സോറി പറയേ. സോറി പറയേ. സോറി പറയേ. സോറി. ഹലോ സിദ്ധു. ഹായ്. എന്ത് പറ്റിയേട്ടാ? ചേട്ടാ എന്താ പറ്റി? എനിക്ക് പ്രാന്താവുന്ന പോലെ ഉണ്ടടാ. എന്തു പറ്റി? ഭൂഗോളം എന്നെ തിരയും ഓരോ നേരം കാണുന്നുണ്ടോ പെണ്ണെ, നീ നോക്കും നേരം കണ്ണിൽ പെട്ടില്ല. ഈ പ്രണയം വൈകും തോറും എന്നോടൊപ്പം നീയും ചേരൂ. എന്നിഴലിൽ കൂടെ ചേരാൻ നീയും പോരുന്നു. ഇത് പ്രേമമോ എൻ പെണ്ണെ? നിൻ തേൻ കുടിക്കവേ എന്നെ പലദാഹവും ഈ എന്നെ. എൻ മോഹത്തേരിൻ താളം നിൻ ചിത്രമോ എൻ കണ്ണിൽ. കൈ തൊട്ടതെല്ലാം പൊന്ന്, കുറി തൊട്ടത് ഈ പട്ട്. നീ തേടും ദേവൻ ഞാനോ ഞാനോ?
ഇന്നു തന്നെ വന്നു നിന്നു വന്നിൽ നിന്ന് വിസ്കി വാങ്ങി രണ്ടൊഴിച്ച് പെഗൊഴിച്ച് ബോധം പോയ നേരത്തെല്ലാം പെഗൊഴിച്ച് കേറ്റു മാമ കേറ്റ് ഇന്നു തന്നെ വന്നു നിന്നു വന്നിൽ നിന്ന് വിസ്കി വാങ്ങി രണ്ടൊഴിച്ച് പെഗൊഴിച്ച് ബോധം പോയ നേരത്തെല്ലാം പെഗൊഴിച്ച് കേറ്റു മാമ കേറ്റ് എന്താണോ തലമേലെറിയുന്നേ കനവെല്ലാം എരിയും നേരം ഒരുത്തനും മൂടില്ല ഈ ദുരിതം എന്നെ കൊണ്ട് വാടക വാങ്ങുന്നേ ഒരു നിമിഷം മനസ്സിൽ തോന്നും മനുഷ്യന് മനസ്സില്ല എടിത്താടകേ നീ നെല്ല് നിൻ പോയി മുഖം ഇനി കാട്ട് ഈ ഭൂമിയിൽ ഇനി വേണ്ട അയ്യോ രാമ ഇനി മാറ്റമൊന്നിത് വേണ്ട ഞാൻ വന്നു ചൊന്നത് കേൾക്ക് നീ കേട്ട പാട്ടിനു മാത്രം നീ താളം തുള്ളു പെണ്ണേ ഭൂഗോളം എന്നെ തിരയും ഓരോ നേരം കാണുന്നുണ്ടോ പെണ്ണെ നീ നോക്കും നേരം കണ്ണിൽ പെട്ടില്ല ഈ പ്രണയം വൈകും തോറും എന്നോടൊപ്പം നീയും ചേരൂ എന്നിഴലിൽ കൂടെ ചേരാൻ നീയും പോരുന്നു ഈ നേരം വീണ്ടും പോയി വരുമൊരു കുരിശായി ആ വിഷമം മനസ്സിൽ കേറാൻ കഴിവതു പണിയായി ഇക്കാര്യം പറയും നേരം മനസ്സിന് കുളിരാകും ആ നിമിഷം മനസ്സും തേടും കുളിരിനു കനവുണ്ടോ നിൻ ചിത്രമോ എൻ കണ്ണിൽ ഇത് പ്രേമമോ എൻ പെണ്ണെ നിൻ തേൻ കുടിക്കവേ എന്നെ പലദാഹവും ഈ എന്നെ എൻ മോഹത്തേരിൻ താളം കൈ തൊട്ടതെല്ലാം പൊന്ന് കുറി തൊട്ടത് ഈ പട്ട് നീ തേടും ദേവൻ ഞാനോ എടാ മോനെ നീ നല്ലവനാ. എല്ലാരും ഇവിടെ നിക്ക്. ചേട്ടാ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. ബ്ലഡ് ഷുഗർ ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. സ്വീറ്റ്സ് ഒരുപാട് കഴിക്കാറുണ്ടല്ലേ? ഇല്ല ഡോക്ടർ, ഒന്നും കഴിക്കാറില്ല. എന്നൊന്ന് പറയാൻ നിൽക്കണ്ട, ഇതൊക്കെ കണ്ട എനിക്കറിയാം. അമ്പലത്തിലെ പ്രസാദം കുറച്ച് കേസരി മാത്രം കൂടുതൽ കഴിച്ചു. അത് വരട്ടെ, അതാണ് എനിക്ക് തോന്നിയത്. പ്രസാദം പോലെ കഴിക്കണം, അല്ലാതെ കലത്തിനകത്ത് വെച്ച് കഴിക്കാൻ പാടില്ല. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിനുള്ള മരുന്ന് ഞാൻ ഇപ്പൊ തന്നെ എഴുതിത്തരാം. ഡോക്ടർ, ഫീസ് എത്രയാ? 300 rupees. That's all. മോളെ ഇറങ്ങി പോവാൻ നോക്ക്. ഹലോ ആരാ നിങ്ങൾ? നമസ്കാരം ഡോക്ടർ. ഞങ്ങള് ആരെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലേ? ആരായാലും എന്താ, VIP ആയാലും VVIP ആയാലും എന്റെ ക്ലിനിക്കിൽ വരുന്നവരെല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കണം. ക്വിക്ക്. ഡോക്ടർ, കാറ്, ഡിക്കി, വിസിറ്റിംഗ് കാർഡ് അങ്ങനെ വന്നാണല്ലേ നിങ്ങള്? അയ്യോ, ഞാനത് മറന്നുപോയി. പോലീസിനൊരു കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്യാരേജിൽ പോയിട്ട് വണ്ടി റെഡിയാക്കാം. നിങ്ങളതൊന്നും കേട്ടില്ല. ബില്ല് പോലും നിങ്ങൾ അയച്ചില്ല. ബില്ല് തന്നാ ഞാൻ പൈസ തരാം. ഡോക്ടർ, ഞങ്ങള് വന്നതേ പൈസക്ക് വേണ്ടിയല്ല, പിന്നെ സംസാരിക്കാൻ വേണ്ടിട്ടാ. 500 കോടി രൂപ വൈകുന്നേരത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ നിന്റെ മേലെ 500 സ്റ്റിച്ച് ഉണ്ടാവും. ഹലോ എന്തായി കാണിക്കുന്ന? സിഗരറ്റ് താഴെയിടാൻ ചെല്ലേ. എല്ലാ പേഷ്യന്റും ക്യൂ നിന്നിട്ട് വേണം അകത്തോട്ട് വരാൻ. ആദ്യം നീ പോയി ക്യൂ നിക്ക്. പോകാൻ ആദ്യം നീ സിഗരറ്റ് താഴെയിട്. ഡോക്ടർ, നമ്പറോ? നിങ്ങളുടെ പേഷ്യന്റെ ഓടിപ്പോയി. ക്യൂ നിക്കാൻ പറഞ്ഞ എന്നോട് നീ ഓടാൻ പറയുന്നോ? നീ എന്താ വലിയ ഡോണാണോ? അല്ല, വലിയ ദാതയാണോ നീ? നീ എത്ര വലിയ ആളായാലും ശരി, ഗുണ്ടയാണോടാ നീ? ദാതയാണോന്ന്? സിദ്ധാർത്ഥ്, സൈലന്റ് സിദ്ധാർത്ഥ്. ദാതയാണല്ലേ? എനിക്ക് മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ദാദ ശരിയാ. പ്ലീസ് വന്നോളൂ, വേഗം വന്നോളൂ. ഇരിക്കൂ, ഇവിടെ ഇരുന്നോളൂ. 1 മിനിറ്റ് നിൽക്കേ. എന്താ? ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ല, ഇരുന്നോളൂ. വാ ഇരിക്കി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു കുഴപ്പമില്ല. എടോ ഇരിക്കടോ. താങ്ക്സ്. ഡോക്ടർ, എനിക്ക് 3 ദിവസമായിട്ട് ഉറക്കവും വരുന്നില്ല, ഒട്ടും വിശക്കൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യാൻ മനസ്സും വരുന്നില്ല. ചില സമയത്ത് എന്നെ തന്നെ കൊന്നുകളയാൻ തോന്നാറുണ്ട്. അങ്ങനെയാണോ? എന്നാൽ കണ്ണൊന്ന് തുറന്നു കാണിച്ചേ. ഇപ്പുറത്തെ കണ്ണ്.
വായം തുറന്ന്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാ. അല്ല, അങ്ങനെ തല്ലല്ലേ, അയാൾ പാവല്ലേ, വിട്ടേക്കുന്നേ. അവര് നിങ്ങളെ പോലെ ഡോക്ടർ തന്നെയാ. എന്റെ ചേട്ടനെ ചെക്ക് ചെയ്തിട്ട് എന്താ നോക്കാൻ പറഞ്ഞ ഷുഗർ, BP, ഞരമ്പ് തളർച്ച എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കവൻ. ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന ഞങ്ങളുടെ ചേട്ടന് ദേ ഇത്രയും വലിയ ഗുളിക എഴുതി കൊടുത്തിരിക്കുന്ന ഇങ്ങനെ. അയ്യോ അടിക്കലെന്നെ. പിന്നല്ലേ പച്ചക്കറിയൊക്കെ വിട്ടിട്ട് മട്ടൻ മാത്രം കഴിക്കുകയാണെങ്കിലേ അവന്റെ കഥ തീർന്നു. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല. അയ്യോ വേണ്ട വേണ്ട, ആ പാവപ്പെട്ടനെ തല്ലണ്ട. സാർ നിങ്ങള്? ഞാനോ? ഫേമസ് ഹോട്ട് സർജൻ ഡോക്ടർ വിക്ടർ റാവു. അയ്യോ, അത് നിങ്ങളാണോ സാറേ? MRC, FRC, MD ലണ്ടൻ. ഈ അവസ്ഥ നിങ്ങൾ ഇങ്ങനെ കാണുന്ന വെച്ചാ? ഡോക്ടർ, ABC ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ പറയുന്നത്. പക്ഷെ എൽബോടാ. ഇവനെ നിങ്ങളുടെ കൂടെ നിർത്തി കുറച്ച് ഓക്കെ 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 ഓക്കെ. ഇങ്ങോട്ട് നോക്കിയ മോനെ, നാളെ മുതൽ ട്രെയിനിങ്ങിന് ഇങ്ങോട്ട് വന്നോ കേട്ടോ. പൊക്കോ. പോകാനല്ലേ പറഞ്ഞേ? അതെ അതെ, സ്ഥലം വിട്. സ്ഥലം കാര്യാക്ക്. പോ, പോ, പോ. പോടാ, പോടാ. ഇവിടുന്ന് പോരാനാണ്. ഡോക്ടർ, നിങ്ങൾ എനിക്ക് ഒരു കുഴപ്പമില്ല, നന്നായിട്ടാണ് ഇരിക്കുന്നതെന്നല്ല പറഞ്ഞേ. പക്ഷേ ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ ഇപ്പോ. പക്ഷെ എന്റെ ശരീരം നല്ല ചൂടാ, തണുക്കുന്നില്ല. പക്ഷെ എന്റെ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ട്. ഇരുന്നാലും എണീറ്റാലും ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അതെന്താ? നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്കിപ്പ പിടികിട്ടി. നിങ്ങളുടെ ഹൃദയത്തില് ആരോ കാല് വെച്ചിട്ടുണ്ട്. എന്ത്? ചേട്ടന്റെ ഹൃദയത്തിൽ ആരോ കാല് വെച്ചു. എത്രയും ഓപ്പറേഷൻ ചെയ്ത് ആ കാലെടുത്ത് കൊടുക്കണ്ട ഡോക്ടറെ. ഒന്നും മിണ്ടാതിരിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടർ, നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, നിങ്ങൾ ഏതോ ഒരു പ്രേമത്തിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ലവ്വിലോ? ലവോ? ചേട്ടാ, ചേട്ടൻ ലവ് ചെയ്യുന്ന ആ പെണ്ണുങ്ങൾ ആരാണ്? എടാ, പെണ്ണുങ്ങളല്ലടാ, ഒരു പെണ്ണ്. പക്ഷേ അത് ലവാണോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. സൈലന്റ് സിദ്ധു, നിങ്ങളുടെ ലവറ് കാണാൻ എങ്ങനെയുണ്ട്? ഡോക്ടർ, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നേ? അവള് ദേവതയെ പോലെയുണ്ട്. അവളുടെ കണ്ണ്, അവളുടെ മൂക്ക്, അവളുടെ ചുണ്ട്, അവളുടെ കവിള്, അത് 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 ഈ ഭൂമിയിൽ അവളല്ലാതെ വേറെ ആരും സുന്ദരിയായിട്ടില്ല. അപ്പൊ ഡൗട്ടില്ല, ഇത് 100% ലവ് തന്നെയാണ്. ലവ്വാ? പ്രേമരോഗം. ലവ്? താങ്ക് യു ഡോക്ടർ. ഓക്കെ, നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പെണ്ണിനെ കാണാൻ പോവാം. ഓക്കെ, പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ 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 ബൈ. മാജിക്കാ ചെയ്തിരിക്കുന്ന ഡോക്ടറെ. സൂപ്പറാ കേട്ടോ, സൂപ്പർ. നിങ്ങൾ വളരെ ബുദ്ധിശാലിയാ ഡോക്ടറെ. പക്ഷെ എന്റെ ചേട്ടന്റെ ലവിന് എന്തായാലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ പിന്നെ പുകയാവും. എന്തിന്? എന്താന്ന് വെച്ചാ ഇത് ലവ് എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? വാടാ. സിസ്റ്റർ, എന്റെ BP ഒന്ന് ചെക്ക് ചെയ്തേ. അങ്കിൾ, എന്താടാ? അയ്യോ, കാശില്ലല്ലോ. സിസ്റ്റർ, ഡോക്ടർ, ചെക്ക് ബുക്ക് ഉണ്ടോ? ഇല്ല. ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു 10,000. 10 രൂപ കൊടുത്തേക്ക്. നിങ്ങളോട് എത്രയും ഞാൻ പറയുന്നു, എന്റെ ചേട്ടൻ മലേഷ്യയിലെ പയ്യനുമായിട്ട് എന്റെ കല്യാണം തീരുമാനിക്കാൻ പോവാ. പക്ഷെ നിനക്ക് അതിനെ പറ്റിയൊന്നും ഒരു വിഷമവും ഇല്ലല്ലോ, ജോളിയായിട്ടല്ലേ ഇരിക്കുന്ന. നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും തടയാൻ നോക്കണം. ഇൻ കേസിന് കാരണം കിട്ടിയില്ലെങ്കിലോ? കല്യാണം കഴിക്കൂ. എനിക്ക് എന്റെ ചേട്ടനെ ധിക്കരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് കല്യാണം പോലും കഴിക്കാതിരിക്കുക. എന്നെ വളർത്തിയ ആളാ. നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, ഇല്ലെങ്കി എന്നെ മറന്നേക്ക്. നീ ടെൻഷൻ അടിക്കല്ലേ, വിഷമിക്കല്ലേ. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്ന എനിക്കറിയാം. അയ്യോ, ഞാൻ പറഞ്ഞു തന്നതല്ലേ. ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകിട്ട്. കുടിക്കാം, നന്നായിട്ട് കുടിക്കാം. എടാ, ഞാൻ പറഞ്ഞത് വെള്ളം കുടിക്കുന്ന കാര്യ, അല്ലാതെ മദ്യം കുടിക്കുന്ന കാര്യമല്ല. നോൺസെൻസ്. ഹലോ ഡോക്ടർ കാമേഷ്. എന്നെ ഓർമ്മയുണ്ടോ? എടാ, നീ എന്തിനാണ് ഫോൺ ചെയ്തേ? കാമേഷ് സാർ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ് സാർ. എന്നാ നീ വൃത്തികെട്ടവൻ, തെണ്ടി, റാസ്കൽ, ബ്ലഡി ഫൂൾ. പറഞ്ഞോ.
നിങ്ങളല്ലാതെ എന്നെ ആരാ വഴക്ക് പറയാ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഫ്യൂച്ചർ ബ്രദറിലോ ആവുന്ന ആളല്ലേ. എടാ ബ്രദർ ഇൻ ലോ അല്ലടാ, വെറുതെ ടോർച്ചർ ചെയ്യലടാ. അതൊക്കെ പോട്ടെന്നേ. നിങ്ങളുടെ അനിയത്തിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുമെന്നൊക്കെ അറിഞ്ഞിട്ടും ഏതോ മലേഷ്യയിൽ നിന്ന് വരുന്നൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന് കേട്ടല്ലോ. അതൊക്കെ എന്റെ ഇഷ്ടമാടാ. ഞാൻ ആരെ കൊണ്ട് വേണമെങ്കിലും കല്യാണം കഴിപ്പിക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരടാ? അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെയാടാ അറിയാവുന്നേ? ആ കാശെറിഞ്ഞ് ഞാൻ അറിഞ്ഞ വിവരങ്ങളാ. എടാ, എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ കൈ വരുന്നുള്ളവരെ ഓർത്തോണം. അന്ന് സഡേഷൻ തരാതെ ഓപ്പറേഷൻ ചെയ്ത് കൊന്നുകളയടാ ഞാൻ. ഡോക്ടർ, നിങ്ങളുടെ അനിയത്തി എനിക്ക് കന്യാദാനം ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ എങ്ങാനും ഒഴിവാക്കിയിട്ട് ആ മലേഷ്യയിൽ നിന്ന് വരുന്നവനെങ്ങാനും അനിയത്തെ കെട്ടിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ സുന്ദരിയായ അനിയത്തിയെ ഹലോ റാസ്കൽ. ചിരിച്ച് തൊണ്ട വേദനിക്കാൻ തുടങ്ങി. കേട്ടില്ലേ? നിന്റെ ചേട്ടനെ മലേഷ്യ ചെക്കനെ ക്യാൻസൽ ചെയ്ത് ഈ ചെന്നൈ ചെക്കനെ നിന്നെ കെട്ടിച്ചു തരാൻ പോവാ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? റാസ്കൽ, എന്റെ മൊബൈലിലേക്ക് വിളിച്ച അവന്റെ ഫോൺ നമ്പർ അറിയുമെന്ന് വെച്ചവൻ അവൻ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. എടാ, നിന്നെ വിടില്ലടാ ഞാൻ. എന്നെങ്കിലും നിന്നെ കണ്ടുപിടിച്ച് നടു തല്ലി ഒടിച്ച് തളത്തേക്കല്ലടാ ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ കാമേഷ് അല്ലടാ. ഡോക്ടർ, ഡോക്ടർ എന്തു പറ്റി ഡോക്ടർ? വല്ലത് അപ്സെറ്റ് ആയിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പ്രേമേ, എടാ എനിക്കിപ്പോ മൊത്തം ടെൻഷൻ കൂടിയിരിക്കടാ. ആ ടെലിഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടുള്ള ശല്യം കൂടിയിരിക്കടാ. അവൻ ഭയങ്കര ഡേഞ്ചറായി മാറി. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ എങ്ങനെ അറിയുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, മലേഷ്യൻ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഇവൻ എങ്ങനെ അറിഞ്ഞു? അയ്യോ ചേട്ടാ, ഇതുപോലുള്ള സൈക്കോ ലവേഴ്സേ എന്ത് വേണമെങ്കിലും ചെയ്തു കളയും. എനിക്കെന്തോ പേടിയാവുന്ന ഏട്ടാ. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? മലേഷ്യയിലുള്ള ആ ചെറുക്കനോട് വരാനും പറഞ്ഞു. നിന്നെ കൊണ്ട് കാണിക്കാന്ന് ഞാൻ വാക്കും കൊടുത്തുപോയി. ഫോണിലൂടെ ആ ചെറുക്കൻ എപ്പോഴും എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കല്ലേ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡോക്ടർ, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലോ? എങ്ങനെ? ചാർമി ഇവിടെ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ മാത്രം പോയിട്ട് വന്നാ പോരെ? എന്റെ വീട് നശിച്ചു പോവും. ഡാടാ, എന്റെ അനിയത്തിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. അയ്യോ, നല്ല പെണ്ണ്. അതെ അതെ, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞാല് എന്ത് വേണമെങ്കിലും നടക്കാം. കണ്ട 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 ഇപ്പൊ അവള് പറഞ്ഞേട്ടാ. ഞാൻ കണ്ടോണ്ട് തന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറ. നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പാടില്ലേ? ഓ ഡോക്ടറെ, നിങ്ങൾ ഭയങ്കര സൈലന്റ്. അവനാണെങ്കിലോ ഭയങ്കര വയലന്റ്. നിങ്ങൾ ആ മലേഷ്യൻ ചെക്കന്റെ വീട്ടിൽ പോയതിനു ശേഷം അവനെങ്ങനെ നിങ്ങളുടെ അടുത്ത് ഫൈറ്റിന് വന്നാലേ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയോ? പറ, പറ്റുമോ? ഇല്ല, എനിക്ക് ഫൈറ്റ് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ വലിയ കരാട്ട കിങ്ങാ. ഒരുപക്ഷെ അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അവനിവിടെ ഇരുന്നാലെന്നൊക്കെ പറയല്ലേ, നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ. ഇങ്ങനെയൊക്കെയുള്ളവർ വിളിക്കണോ? സുന്ദരിയായ അനിയത്തിയുടെ കൂടെ എന്നെ പോലൊരുത്തൻ ബോഡി ഗാർഡായിട്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ആരെങ്കിലും പ്രശ്നത്തിന് വരുമോ? നിന്നെ പോലുള്ള ഒരു ബോഡി ഗാർഡോ? യെസ്, നീയാണ് ബോഡി ഗാർഡ്. അങ്കിൾ, എനിക്കുറെ പരിപാടി ഉള്ളതാ. യുനോ, ഐ എം വെരി ബിസി. നിന്റെ കർണക്കുട്ടി അടിച്ച് വിളിക്കും. വേറെ പണിയുണ്ടെന്നവന്. ഒരു പണിയില്ലാതെ 24 മണിക്കൂർ ഇവിടെ തന്നെയുണ്ട്. പിന്നെ നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞ? ആഹാ, പാവം, എനിക്ക് വേണ്ടി ഇതിന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ. സാരമില്ല, വിട്ടേക്കേട്ടാ. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. എപ്പോ വേണമെങ്കിലും ഇവിടെ ഇവൾക്ക് വേണമെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞങ്ങളെ. താങ്ക് യു പ്രേം. അത് മാത്രമല്ല, നീ എന്റെ അനിയത്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാ. പിന്നെ എന്റെ അനിയത്തി ഭയങ്കര സേഫ് ആയിരിക്കും. ഡോണ്ട് വറി ഡോക്ടർ സാർ. ഞാനുള്ളപ്പോ എന്റെ ചാർമി ഒരുത്തിന് ഒളികണ്ണിട്ട് പോലും നോക്കാൻ ധൈര്യപ്പെടില്ല. എന്താ നീ എങ്ങനെ പറഞ്ഞ? ഡയലോഗ് പറഞ്ഞപ്പോ ഇത്തിരി ചേഞ്ച് ആയി പോയതാ. എടുക്കടാ കൈ. ഓൺലി ബോഡിക്ക് ഗാർഡായിട്ട് നിന്നാ മതി. ഓക്കെ മൈ ലോർഡ്. എന്തൊരു ഭാരം. നിങ്ങളൊക്കെ ആരാ? മാറ്. നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? ചേട്ടത്തിക്ക് ഒരു ഡാമേജും ഇല്ലാതെ വളരെ സേഫ്റ്റി ആയിട്ടാ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഏട്ടത്തിയോ? ഇഡിയറ്റ്. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു നിങ്ങളൊരു നമ്പർ 1 റൗഡിയാണെന്ന്. എടുത്തി, ചേട്ടൻ റൗഡിയൊന്നുമല്ല, ചേച്ചിയുടെ ഭർത്താവാ. ഇവനെ പോലുള്ളവനെ കെട്ടുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. അങ്ങനെ പറയല്ലേ, ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു. നിനക്കൊക്കെ സ്നേഹം? ഏട്ടത്തി സ്വപ്നത്തില് പിന്നെയും വന്നോ? കരണത്ത് തന്നെ അടിച്ചു അല്ലേ?
ഡാ അവര് പിന്നെയും ചേട്ടന്റെ സ്വപ്നത്തിൽ വന്ന് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നതാ തോന്നുന്നത്. ചേട്ടന്റെ സുന്ദരി കുട്ടിയെ ഞങ്ങൾ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരട്ടെ ചേട്ടാ. ആ അവളെ കടത്തിട്ട് വന്ന എന്താ നടക്കാന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അവളെൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള ഐഡിയ ആ ഡോക്ടർ തന്നെ തരണം. ഹലോ, ഹായ്. ഹായ്, ഹായ് ഡോക്ടർ. സഡേഷൻ കൊടുത്തിട്ട് എത്ര നേരമായി? 10 മിനിറ്റായി. വെരി ഗുഡ്. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പേരെന്താണ്? പ്രകാശ്. പ്രകാശ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. സഡേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുന്ന പോലെ ചുമ്മാ കിടന്നാ മതി. മനസ്സിലായോ? ഡോക്ടർ നിങ്ങളോട് കുറച്ച് അർജന്റ് ആയിട്ടൊന്ന് സംസാരിക്കാം. അതെ, നിങ്ങളെ അകത്തോട്ട് വിട്ടെ. ഇത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഡോക്ടർ മാറ്റർ വളരെ സീരിയസ് ആണ് ഡോക്ടർ. ഈ പേഷ്യന്റ് അതിനേക്കാൾ സീരിയസാ. ഇനി എത്ര നേരം പിടിക്കും? 2 മണിക്കൂർ എടുക്കും. ആ ഇതിൽ ചെയ്താലുണ്ടല്ലോ 2 hours അല്ല 4 hours കൂടി ആയി പോവും. ഇതുകൊണ്ട് ചെയ്താലോ? എന്നാ നീ പിടിച്ചോ. പോവല്ലേ? നിക്ക്. വന്നേ ഡോക്ടർ വാ വാ അല്ല, വാ. ഞാൻ- വാ, ഏയ്, ഞങ്ങളെ വിളിക്കുന്നെ. ഇങ്ങോട്ട് വാ, ഡോക്ടറെ. എടാ, ഞാൻ എന്നെ വിടാൻ വന്നേ. ഇടൂ, എങ്ങോട്ട് കൊണ്ടുപോവാ എന്നെ? ആ, വാ ഡോക്ടർ. ഒത്രേ ഉള്ളൂ. വാ, വാ, വാ. ഹലോ, ഹലോ. ഏയ്, ഹലോ, എന്റെ കയ്യിൽ നിന്ന് വിടറോ. അതെ, നിങ്ങൾ ആശുപത്രിക്കകത്ത് കയറിയിട്ട് റൗഡിത്തരം കാണിക്കുന്നോ? ഡോക്ടർ, എനിക്ക് പ്രേമരോഗം പിടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ മാറണമെന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അതെ അതെ അതെ, പ്രേമരോഗം മാറ്റി തരണം. പെട്ടെന്ന് തന്നെ മാറ്റണം. ഞങ്ങളുടെ ചേട്ടൻ എത്രയും പെട്ടെന്ന് കല്യാണം നടന്നിരിക്കണം. അതെ അതെ അതെ, നിങ്ങള് ചേട്ടനെ എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണം. അതിന് പ്രേമരോഗത്തിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്നുവെച്ചാ എന്റെ കഥയും കഴിഞ്ഞെന്നാണോ? എനിക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും ശരിയാക്കി തരാം. അതാ എങ്ങനെയാന്ന് ചോദിച്ചേ. അത് അത് ആ പെണ്ണില്ലേ? ഏത് പെണ്ണ്? നിങ്ങള് പ്രേമിക്കുന്ന ഒരു പെണ്ണില്ലേ? ആ പെണ്ണ്, നിങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണ്. അറിയില്ല. നിങ്ങളറിയണം. പിന്നെ പെണ്ണാരാണ്, എവിടെയാണ്, എന്തു ചെയ്യുന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽ എനിക്ക് കിട്ടണം. അറിഞ്ഞിട്ട് ഫ്രണ്ട് ആക്കണം. അടുത്തതിന് ശേഷം ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യണം. എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റും. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടായാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഡോക്ടർ, നിങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയാ. പോയി സർജറി. ഞാൻ പോയി ആ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളോട് സംസാരിച്ച് ലവ് ചെയ്തോളാം. ഓക്കെ, ബൈ 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 ബൈ. ഇത് നടക്കുന്നു തോന്നുന്നു. ഡോക്ടർ ഇനി എന്താ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ? പോവാൻ നോക്ക്. ഡോക്ടർ, നിങ്ങൾ സൂപ്പർ ഡോക്ടർ, സൂപ്പർ. വാടാ. Stupid fellow. അങ്കിൾ. പൈസ ഇല്ലല്ലോ. സിസ്റ്റർ, യെസ് ഡോക്ടർ. ചെക്ക് ബുക്ക് ഇരിപ്പുണ്ടോ? ഇല്ല ഡോക്ടർ. ക്യാഷ് ആയിട്ട് എത്രയുണ്ട്? 10,000. 10 രൂപ കൊടുക്ക്. Ready? Let's start. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 1. ആ സ്റ്റെപ്സ് ഇങ്ങനെയല്ല വെക്കേണ്ടത്. ദാ ഇതുപോലെ കണ്ടില്ലേ? വെരി ഗുഡ്. ഓക്കെ, 5, 6, 7, 8. 8. Okay, let's stop. Next step. Okay, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. All right, all of you did a great job. Thank you. See you tomorrow. Have a great day. Okay, Bye. Bye. Thank you, ma'am. See you. ഡാ. പോവാൻ നോക്കടേ. മതി മതി മതി. ഇവിടെ. നമസ്കാരം മാഡം. ആരാ നിങ്ങള്? ചേട്ടന്റെ ആളുകളാ. എന്റെ ചേട്ടന്റെ ആളുകളോ? അല്ല, ഞാൻ പറഞ്ഞ എന്റെ ചേട്ടന്റെ കാര്യം. നിങ്ങളുടെ ചേട്ടൻ ആരാ? ഹലോ. അധികം സംസാരിക്കാതെ അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഇവിടെ സെന്റിമെന്റ്സ് ഒന്നും നോക്കണ്ട. ഞാനിപ്പോ ബിസിയാ. നീ ഫോൺ വെച്ചിട്ട് പോടാ. നമസ്കാരം. ഓ, നിങ്ങളായിരുന്നോ? ഞാൻ തന്നെ. നിങ്ങള് ഈ റൗഡി തരം ഇതുവരെ വിട്ടില്ലേ? അതങ്ങനെ വിടാൻ പറ്റില്ല. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറില്ല. ശരി, ഇവിടെ എന്തിനാ വന്നേ? നിങ്ങളെ കാണാൻ വേണ്ടി. എന്നെയോ? ആ. എന്തിന്? നിങ്ങൾ ഡാൻസ് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാ. ഡാൻസ് അല്ല ഞാൻ ചെയ്തത്, ഡാൻസ് അല്ല, എയറോബിക്. ഇനിയെങ്ങാനും ഭരതനാട്യം ആവോ?
ഒരുപക്ഷെ ബ്രേക്ക് ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ ഡാൻസ് പഠിക്കണമെന്നേ എന്റെ ചേട്ടന് വലിയ ആഗ്രഹം. ആ, നിങ്ങൾക്ക് എയറോബിക് പഠിക്കണമെന്നോ? എന്താ ഞങ്ങളെ കൊണ്ട് പറ്റില്ലേ? പറ്റും, പക്ഷേ എന്നാ അത് പഠിപ്പിച്ചോടെ? പഠിപ്പിച്ചൂടെ? ഈ ബാച്ച് ഫുള്ളായി. അടുത്ത ബാച്ചിൽ ചേരാം. അതുവരെ കഥക്കാൻ പറ്റില്ല. ഈ ബാച്ചിലുള്ളവരെ പറഞ്ഞു വിട്ടിട്ടേ എന്റെ ചേട്ടൻ ചേർത്താ പോരെ? ആ, കറക്റ്റ് ചെയ്യുന്നതിന് ഇതെന്താ സൈഡ് ബട്ടൺ ആണോ? നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതൊന്നും പറ്റില്ല. ഏയ് മിണ്ടായിരിക്കടാ. അവര് പറഞ്ഞോണ്ടിരിക്കല്ലേ, ആദ്യം ഒന്ന് കേക്ക്. ഞാൻ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ. അല്ല, ഒരു മിനിറ്റ്. ഇത് വാങ്ങിക്കോളൂ. എന്തിന്? നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിന്. ഫ്രണ്ടോ? ഞാൻ സിദ്ധു. നിങ്ങള്? ശരി. ചെറുമിയോ? ഇനിയെങ്ങാനും ചെല്ലമ്മന്നായിരിക്കോ? മിണ്ടായിരിക്കടാ. നന്നായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ചെറിയെന്ന് വിളിച്ചോട്ടെ? ചെറി ചെറി. നന്നായിട്ടുണ്ടല്ലേ? ചേട്ടൻ പറഞ്ഞ അടിപൊളിയല്ലേ? ആ. കൊള്ളാം. ചെറി. ഓ മൈ ചെറി. ആ സുഖമായിട്ടിരിക്കുന്നോ? നോക്കിയേ, ആദ്യം നിങ്ങൾ വന്നത് പേഷ്യന്റ് ആയിട്ടാ. അതിനുശേഷം നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയി. ഇപ്പോ നിങ്ങളുടെ അനിയൻ എന്റെ അനിയത്തെ കല്യാണം കഴിച്ച് ഇപ്പൊ നമ്മൾ തമ്മിൽ ബന്ധുക്കളാവാൻ പോവാ. അത് ഞാനല്ലേ എടുക്കണ്ടത്. കാപ്പി കുടിക്കണമെന്നുണ്ടോ? കുടിക്കാൻ പാടില്ല. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളും ഞങ്ങളോട് മലേഷ്യയിലേക്ക് വന്നു. എന്തിനിവിടെ ഒറ്റ കഴിയുന്നു? അയ്യോ, നിങ്ങൾ വെറുതെ നല്ല തമാശയാണല്ലോ. എറണാകുളത്ത് എന്നെ വിശ്വസിച്ച് ഒരുപാട് പേഷ്യന്റ് ഉണ്ട്. അവരൊക്കെ ഞാൻ പറയുന്നതേ ചെയ്യാറുള്ളൂ. മലേഷ്യയിൽ നമ്മളെ ആര് നോക്കാനാ? അവിടെ മനുഷ്യര് പാമ്പിനെയൊക്കെ തിന്നൊന്ന് പറയുന്നത് ശരിയാണോ? യെസ് യെസ്. ഇല്ലില്ല, അവിടെ ഒന്നും ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളാം. ഡോക്ടർ, യെസ്. മോളുടെ പുറകിലുള്ളതാരാ? ആ ചെറുക്കനെ? ഓ, അവനോ? അവന്റെ പേര് പ്രേം. അനീതിയുടെ ബോഡി ഗാർഡാ. ബോഡി ഗാർഡോ? അതെ 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 അതെ. പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. എറണാകുളത്ത് എന്നെ പോലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ കൊല്ലും കൊലയും നല്ലതും ചീത്തയും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അനീതിനെ നോക്കി നടക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. 24 മണിക്കൂർ എനിക്ക് ജോലിയല്ലേ. അവൻ നല്ല ചെറുക്കനാ. എന്റെ വീടിന്റെ തൊട്ടടുത്താ താമസിച്ചത്. അടുത്ത വീട്ടിലുള്ളവൻ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. വാങ്ങിച്ചോളൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വേണ്ട. കഴിച്ചാ പോരെ? കഴിച്ചേ. കഴിക്കുന്നേ. നിങ്ങളെ സൈലന്റ് സോഫ്റ്റ് ആയ ഒരാളല്ലേ? താങ്ക് യു. നിങ്ങളെ കാണാനേ വളരെ ഹാൻഡ്സം ആണല്ലോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ പോലത്തെ പയ്യന്മാരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തു? ആ, എനിക്ക് ഒന്നും വളരില്ലെന്നേ. ഓ, ശരിയാണ്. എന്ത് രസം കള്ള. പറഞ്ഞേക്കട്ടെ, എന്താ? നിങ്ങൾ ചാർമിയെ കല്യാണം കഴിച്ചല്ലേ വലിയ പ്രശ്നത്തിൽ പെടാൻ പോവാ. അങ്ങനെയാണോ? ചെന്നൈയിലുള്ളൊരു ചെക്കനെ ചാർമിയെ സീരിയസ് ആയിട്ട് പ്രേമിക്കുവാന്നേ. ആ, ശരിയാണോ? ആ പയ്യനെ ചേട്ടനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നേ. ഇവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താലേ ആ ചെക്കനെ തട്ടിക്കളയോര്. എടുത്തി എന്താ എന്താടാ? ആ നിൽക്കുന്ന ബോഡി ഗാർഡില്ലേ, എന്നോട് എല്ലാ കാര്യം പറഞ്ഞു. എന്താ കാര്യടാ? എല്ലാ കാര്യം പറഞ്ഞെടുത്തി. എടാ 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 മണ്ട, നിന്റെ ബോധവും ബുദ്ധിയൊക്കെ പോയോ? ആ കാര്യം പറയേണ്ടത് നിന്നോട് പറഞ്ഞതല്ലേ? എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇത്ര ടെൻഷൻ? വേറൊന്നുമല്ല, ഇവനല്ലേ, ഇവനെല്ലാം പറഞ്ഞു ഉറച്ചിട്ടുണ്ടാവും. ഡോക്ടർ, ഇവരെന്തിനാ വഴക്ക് പറയുന്നേ? ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞോ? ചെറി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, നന്നായി എയറോബിക്സ് പഠിപ്പിച്ചിരുന്ന പറഞ്ഞേ. അല്ലേ സാറേ? എന്താ കഥ ഇങ്ങനെയൊക്കെ പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. പ്രേമേ, സോറിടാ, വെരി വെരി സോറി. നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? വാ ഡോക്ടറെ, ഒരു കാര്യം പറയട്ടെ. ഇവനോട് എന്തെനിക്ക് പറയാം. എങ്ങനെയുണ്ട്? എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? നീ എറണാകുളം ദാതയാണെങ്കിൽ ഞാൻ മലേഷ്യൻ ഡോണാ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ മലേഷ്യ ഡോണും ഞാനൊരു പാഴ് ചെക്കനും അല്ലേ? എന്താടാ എന്താണ് നിന്റെയൊക്കെ പ്രശ്നം? പാതിരാത്രി എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കാണോടാ? നീയൊന്നും എനിക്ക് സമാധാനം തരില്ലടാ. ഉറങ്ങാനും സമ്മതിക്കാതെ റൗഡികളാണെന്ന് വെച്ച് ചുമ്മാതെ മിണ്ടാതിരുന്നപ്പോ ടോർച്ചറിങ് വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പം നോക്കൂ ഡോക്ടർ, ചേട്ടനെ എതിർത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ശരീരം എങ്ങനെയുണ്ട്? ഡോക്ടറല്ലേ, പേഷ്യന്റ് എപ്പോ വന്നാലും ട്രീറ്റ്മെന്റ് കൊടുക്കണം. മനസ്സിലായോ? ട്രീറ്റ്മെന്റോ? ആർക്ക് കൊടുക്കണമെന്ന്? ഞാൻ ട്രീറ്റ്മെന്റും ചെയ്തില്ല, ഒന്നും തരത്തില്ല. നിങ്ങള് വേറെ ആളെ പോയി കാണും. നിനക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. ഡോക്ടർ, ദയവ് ഇതെന്നെ രക്ഷിക്കണം. എന്നെ ആ പെണ്ണിനെ ഒന്നാക്കണം ഡോക്ടർ.
ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം സംരക്ഷിക്കണം ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ. ഞങ്ങളുടെ ചേട്ടൻ ഇതുവരെ ആരുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ രക്ഷിക്കണം ഡോക്ടർ. മിണ്ടാതിരടാ. ഓടി വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഞാൻ ദൈവമാണോ? ഡോക്ടർ, എന്നെ സംബന്ധിച്ച് നിങ്ങളാ ദൈവം. നിങ്ങൾ പറഞ്ഞ പോലെ പെണ്ണിനോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്നു. പക്ഷെ എന്റെ പ്രണയം പറയാൻ വേണ്ടി എനിക്ക് പേടിയാ. എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളതെനിക്ക് എഴുതി തന്നാൽ മതി, ഞാനത് അവൾക്ക് കൊടുത്തോളാം. വേണ്ട, അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ ആ പെണ്ണ് ഉറപ്പായിട്ട് നിന്നെ പ്രേമിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറാണ്. ഞാൻ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ആർക്കും മനസ്സിലാവത്തില്ല. മെഡിക്കൽ ഷോപ്പിലുള്ള ആൾക്കാർ പോലും വിഷമിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? നീ പറ. അങ്ങനെ പറഞ്ഞ എന്റെ പ്രണയം ഞാൻ എങ്ങനെ പറയും ഡോക്ടർ? ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വല്ലതും നിനക്കറിയാവോ? അറിയാം. എന്താ? അവളുടെ പേര് ചെറി. ആ പെൺകുട്ടിക്ക് അച്ഛൻ, അമ്മ, ആങ്ങളമാരെങ്കിലും ഉണ്ടോ? ആരുണ്ടെങ്കിലും എനിക്കെന്താ? ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങള് പ്രേമിക്കുന്ന വിഷയത്തിൽ വളരെ വീക്കാ. ഞാൻ പോയി പെണ്ണിനോട് ചോദിച്ചിട്ട് വരാം. എടാ, നീ ചോദിച്ച എല്ലാ കാര്യം അവള് പറയാൻ പോവല്ലേ? പറയില്ലേ? ആഹാ, അവള് സത്യമൊന്നും പറയില്ല. ചേട്ടൻ ചോദിച്ചാൽ അവള് പറയില്ലെന്നാണോ? കീപ് ക്വയറ്റ് പീപ്പിൾ. ചേട്ടൻ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല, വെറുതെ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ തന്നെ തെരഞ്ഞു കണ്ടുപിടിക്കണം. നിനക്ക് സിനിമ ചേട്ടന് റീല് ചുറ്റുന്ന പണിയൊന്നും തീരെ ഇഷ്ടമല്ലടാ. എന്തായാലും റിയലാ. അതുകൊണ്ട് പടത്തിന് പോലും ഞങ്ങൾ പോവാറില്ല. നീ അങ്ങനെയൊന്നും പറഞ്ഞു കയറി പോവല്ലേ. നീ നാളെ മുതൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്താ? റൊമാൻറ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സിനിമകളും നീ ഇരുന്ന് കാണണം. അത് നീ നാളെ തന്നെ കാണുകയും വേണം. അതിലെ ഹീറോയും ഹീറോയിനും എങ്ങനെയാണ് ഇടപഴകുന്നത് നീ കണ്ട് മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്യണം. അതിലേതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിൽ സെലക്ട് ചെയ്തിട്ട് അതുപോലെ നീ അവളുടെ മുമ്പിൽ ചെന്ന് ഇടപഴകി ബിഹേവ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ലവ് സക്സസ് ആയിക്കോളും. കാര്യം നിസ്സാരം. അത്രേ ഉള്ളൂ. പിന്നല്ലേ? ഡോക്ടർ, സോറി, ഇത് ട്രീറ്റ്മെന്റ് ആണോ അതോ പണിഷ്മെന്റ് ആണോ? ചേട്ടാ, ചേട്ടൻ ഉള്ളിൽ പോയതിനു ശേഷം ഞങ്ങൾക്ക് പുറത്തിപ്പോ ഒരു വിലയില്ല ചേട്ടാ. ആ സിദ്ധു ഉണ്ടല്ലോ, ടൈം കിട്ടുമ്പോഴെല്ലാം എന്റെ മേലെയും ഞങ്ങളുടെ ഗാങ്ങിന്റെ മേലെയും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇപ്പൊ ഒളിച്ചാ ജീവിക്കുന്നത്. സിദ്ധു 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 അവൻ എപ്പോഴും നമുക്ക് പ്രശ്നം തന്നെയാ. അതെ, അവനെ കൊല്ലാനുള്ള ഒരു ഐഡിയ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പറയട്ടെ. എല്ലാ വ്യാഴാഴ്ച അവൻ സായിബാബയുടെ അമ്പലത്തിൽ വരാറുണ്ട്. സ്വാമിനെ തൊഴാറുമുണ്ട്. കൃത്യസമയം നോക്കി അവനിങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ ജീവനോട് ഉണ്ടാവരുത്. മനസ്സിലായോ? ശരി ചേട്ടാ, പോയിട്ട് വരാം. അഴകേ നീ എൻ മൗനമോ, നിഴലോ നീ എൻ മോഹമോ, മൃദുവായി എന്നരികിൽ വന്നല്ലോ നീ. ശിഖരം നീ എൻ തേടുമോ, വരുമോ നീ എൻ ചാരയിൽ തുടരും വെൺമേഘം പോലെ തോഴനേ. എന്നിലായി നീ പരിപൂർണമാകുമോ, മനം നിന്നെ തേടവേ കുളിരെന്നെ തേടുമോ. മനസ്സാലറിയുന്നു പെണ്ണെ, എന്നുള്ളിൽ തണലേകാൻ വന്നു നീ. എന്നെ തേടും നേരം പൊള്ളുമോ നെഞ്ചം, ഈ ഹൃദയം തേടും നിന്നെ നിനക്കായി ഞാൻ തേടും മനസ്സിൽ നിൻമുഖമെൻ മനസ്സിൽ പതിയും. നിൻമിഴിയിൽ തേടും നെഞ്ചം പൊള്ളുമോ, മഴ പോലെ തുഴയും നേരം നിനക്കായി എന്നുള്ളം തേടും സഖീ.
അഴകേ നീ എൻ മൗനമോ നിഴലോ നീ എൻ മോഹമോ മൃദുവായി എന്നരികിൽ വന്നല്ലോ നീ മധുവിധു തേടുന്നു ഇതാ കാറ്റേ എന്നുള്ളിൽ മൃദുവായി വന്നല്ലോ ഈ പ്രണയം തളിരണിയും നേരം വരൂ പ്രിയനേ ഈ നിമിഷം തെളിയുന്നുണ്ടോ നീ പ്രിയനേ ഞാൻ പറയും വാക്കുകളൊക്കെ നിൻ പേരായി മാറും നേരം മനസ്സെല്ലാം നീയാണല്ലോ സ്നേഹിത നിനക്കായി എന്നുള്ളം തേടും സഖി അഴകേ നീ എൻ മൗനമോ നിഴലോ നീ എൻ മോഹമോ മൃദുവായി എന്നരികിൽ വന്നല്ലോ മൗനമോ എന്നിലായി നീ പരിപൂർണമാകുമോ എന്നുള്ളിലായി നീ ഒരു ജീവനായി വരൂ നീ എന്താ സ്വപ്നം കാണുവാണോ അതോ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുവാണോ? ഞാൻ എന്താ ചെയ്യണ്ടേ നീ പറ. നമ്മുടെ കാര്യം നീ എപ്പോഴാ ചേട്ടന്റെ അടുത്ത് പറയാൻ പോന്നെ? എന്തിനാ ഇത്ര തിടുക്കം? ടൈം ആവട്ടെ പറയാന്നേ. അതിനുള്ളിലേ മലേഷ്യക്കാരും വന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകും. ഓ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ മോളെ. മലേഷ്യൻ ചെക്കനെയും നിന്റെ ചേട്ടനെ രണ്ടും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ ഡോക്ടർ. നീയോ? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോ, വഴി മാറാവോ? ഒരു മിനിറ്റ് നിക്ക് ഡോക്ടർ. ഇവിടെ നിൽക്കുമല്ലേ, എന്താ പ്രശ്നം? എനിക്ക് നല്ല സുഖമില്ല, എന്താ നോക്കൂ. ഇവിടെ വന്നിട്ട് കാര്യമില്ല, ക്ലിനിക്ക് വാ, അവിടെ വെച്ച് നോക്കാം. ക്ലിനിക്കിലേക്കോ? ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്ത? ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല, ടോണിക്കാണ് കൊടുക്കാറുള്ളത്. One, two, three, four, 5, 6, 7, 8. 1, 2. എപ്പോ വന്നു ഡോക്ടർ? ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഹായ് മോളെ. ഹായ് ഏട്ടാ. ഏട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? വളരെ അർജന്റ് ആയിട്ട് നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മുമ്പാ നിങ്ങളെ പറ്റി സംസാരിച്ചോണ്ടിരുന്നത്. സംസാരിച്ച് തീരുന്നതിന് മുമ്പേ സാറിഞ്ഞ് എത്തിയല്ലോ. ഞാൻ എപ്പോഴും ഇവളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഇവളും അങ്ങനെ തന്നെ, എപ്പോഴും സാറിന്റെ ചിന്തയേ ഉള്ളൂ. മോളെ, നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ ഫ്രണ്ട് മലേഷ്യക്കാരനില്ലേ, അവന് വളരെ അർജന്റായിട്ട് മലേഷ്യക്ക് പോകണം. അതുകൊണ്ട് നാളെ എൻഗേജ്മെന്റ് നടത്താന്നാ പറയുന്നേ. ഞാൻ തിരുമേനിയെ വിളിച്ചപ്പോ 3 മാസത്തേക്ക് നല്ലൊരു മുഹൂർത്തം ഇല്ലാന്നാ പറയുന്നേ. എന്നിരുന്നാലും നാളെ ഒരൊറ്റ ദിവസം നല്ല മുഹൂർത്തം ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നാളത്തെ എൻഗേജ്മെന്റ് ഫിക്സ്. ഫിക്സോ? ഫിക്സ്. ഇത്ര പെട്ടെന്നോ? പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിനക്ക് സങ്കടം ഉണ്ടാവും അറിയാം അല്ലേ പ്രേം? ഇപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരെ സമയമില്ല. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പോകാം. വാ. അല്ല നീ ഇതെവിടേക്കാ? ഷോപ്പിങ്ങിന്. ഏയ്, ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഡോർ ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാ മതി. ഇതിനൊന്നും ഒരു കുറവുമില്ല, വലിയ സ്വത്തുണ്ടാക്കി വെച്ചിട്ട്. എന്റെ പൊന്നു മോളെ, ഒട്ടും സമയമില്ല, നീ വേഗം വാ. വാ, വേഗം വാ. ഇനി ഒരു പണി കൊടുക്കാം. വാ, വേഗം കയറ്. ഏതോ പ്രൈവറ്റ് നമ്പറാണെന്ന് തോന്നുന്നേ, ഏതോ VVIP ആണെന്ന് തോന്നുന്നു. ഹലോ, ആരാ? ഡോക്ടർ, ഞാൻ പറയുന്നൊന്നും തലയിലേക്ക് കേറിയില്ലല്ലേ? നാളെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ, എന്താന്ന് ഞാൻ പറയണ്ടല്ലോ, പണി അങ്ങ് തരും ഞാൻ. നീയോ?
നാളെ എൻഗേജ്മെന്റ് നടക്കുന്നവരെ നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവിടെ നടക്കുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എൻഗേജ്മെന്റ് എങ്ങാനും നടത്താനുള്ള പ്ലാൻ ആണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. അവിടെ വന്ന് എന്റെ പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടുപോകും. ഡാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നടാ. അത് അറിഞ്ഞുകൊണ്ടാടാ എന്റെ അനിയത്തിക്ക് ഒരു ബോഡി ഗാർഡിനെ വെച്ചത്. നീ എന്റെ അനിയത്തിയുടെ അടുത്തെങ്ങനെ വന്നാലുണ്ടല്ലോ, അവൻ നിന്നെ ഫുട്ബോൾ പോലെ എടുത്തിട്ട് തട്ടൂടാ. അവൻ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലേ ഞാൻ കട്ടിംഗ് പ്ലെയറാ. കട്ട് ചെയ്ത് ഞാൻ കാറ്റഴിച്ചിടും കേട്ടോ. അവസാനം വല്ല മൂലയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. അവൻ ഫോൺ ചെയ്ത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. നമ്മൾ പ്രേമിന്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ അവൻ ആളെ കൂട്ടി വന്ന് തല്ലിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വരാം. ചേട്ടൻ എവിടെ നിൽക്കുക? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ എന്റെ ബോഡി ഗാർഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ നേരിട്ട് കാണുമ്പോൾ നിനക്കറിയാം അവന്റെ കരുത്ത് എന്താന്നുള്ള കാര്യം. ധൈര്യം കൊണ്ട് എന്നെ മുമ്പിൽ വന്ന് സംസാരിക്കടോ. എന്നെ ഇടിക്കാൻ ബോഡി ഗാർഡോ? ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ബോഡി ഗാർഡിനെ കൂട്ടിക്കൊണ്ടുപോവാ. അവന്റെ പാൻറ്റൂരി അണ്ടർവെയർ ഇടിച്ച് അവനെ ഓടിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ പേര് എന്താടാ നിന്റെ പേര്? അതാണ് സസ്പെൻസ്. സാർ നിങ്ങളെപ്പോഴാ ഇവിടെ? ഞാൻ കലക്കി പെറുക്കി വെക്കായിരുന്നു. എടാ, ചീറ്റ് ചെയ്യുന്നവൻ, ഫ്രോഡ്, നാണമില്ലാത്തവൻ, കുരുത്തം കെട്ടവൻ, നീ ഇങ്ങനെ കാണിക്കുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പ്രേം, നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നി എന്റെ ചേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്തൊരു മനുഷ്യനാ നീ? മാപ്പ് ചോദിക്കാൻ. നിന്റെ തല വിട്ട് തന്നിട്ട് ഫുട്ബോൾ ഞാൻ കളിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടാ. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോവാൻ. ഇനി ഒരു അക്ഷരം നീ ഇവിടെ മിണ്ടിപ്പോരുത്. ഇറങ്ങിപ്പോടാ, പറഞ്ഞു. ഇറങ്ങിപ്പോടാ പുറത്ത്. നിന്നെ ഞാൻ വളരെ നല്ലൊരു ചെറുക്കനായിട്ടാ കണ്ടത്. എന്റെ കൂടെ നിന്നിട്ട് നീ ഇങ്ങനെ ചതിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലടാ. നീ വളരെ നല്ലവനാണെന്ന് വിചാരിച്ചു പോയി. പക്ഷേ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ലടാ. നിന്നെ ഒരിക്കലും വീടിന്റെ പടിക്കകത്ത് ഞാൻ കേട്ടില്ലടാ. ചെവിന്നുള്ളിക്കോടാ നീ. പോടാ പുറത്ത്. ചേട്ടാ, ബി കൂൾ. കുട്ടിക്കാലം മുതൽ അവൾ എന്തു പറഞ്ഞാലും ഒന്നിനും ഞാൻ തടസ്സം നിൽക്കാറില്ല. അവളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവന്റെ ജീവനാ. അവള് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു മരുമകളെ അവളെ പൊന്നുപോലെ നോക്കിക്കണം. നിങ്ങളെപ്പോലെ ഒരു ചേട്ടനെ കിട്ടിയതിൽ അവള് പുണ്യം ചെയ്ത കുട്ടിയാ. അല്ല, അവളെ കാണുന്നില്ലല്ലോ. റെഡി ആയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ. നമ്മുടെ കാര്യത്തെ പറ്റി ചേട്ടനോട് പറയും. ഞാൻ നിന്നോട് എന്തോരം പറഞ്ഞതാ. ഇങ്ങനെ ധൈര്യം ഇല്ലാത്തവന്മാര് പ്രേമിക്കാൻ നടക്കുന്ന എന്തിനാ? എന്റെ പൊന്നുമോളെ, നീ ഒന്നും മിണ്ടാതിരിക്കോ. എന്റെ ചേട്ടൻ്റെ അടുത്ത് നമ്മളെ പ്രേമത്തെ പറ്റി പറഞ്ഞ് അയാൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമെന്ന് എന്റെ പേടി. പിന്നെ അയാൾക്ക് എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ വാ പ്ലീസ് പ്രേം. എന്റെ ചേട്ടന് എന്തെങ്കിലും പറ്റിയാ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയാ എനിക്കും ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടിയാലോ? താലിയും കെട്ടാം, ചാപ്പാട് ഫ്രീ ആയിട്ട് കിട്ടുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഈ സമയത്താണ് കോമഡി. നീ എന്തിനാ ടെൻഷൻ ആവുന്നു? ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ ചെയ്യാൻ പോകുന്നല്ലേ? പ്രേം, ഡോക്ടർ, നിനക്കെന്താ വേണം? നമുക്ക് എപ്പോ ഡോക്ടർ? ആദ്യം അനിയത്തിയുടെ കല്യാണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യം ആലോചിക്കാം. അങ്ങനെയൊന്നും വേണ്ട വേണ്ട, നമുക്ക് നന്നായിട്ട് നടത്താം. നിനക്ക് വേറെ പണിയില്ലേ? പോ. ഹലോ, ബാക്കിയുള്ളവന് ഇവിടെ കിടന്നൊരു കല്യാണം നടത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താ വേറൊരു പ്രാന്തുമായിട്ട് വന്നേക്കുന്നത്. എന്ത് കഷ്ടമെന്ന് വിചാരിക്കണേ. ഹലോ മൈ ബോയ്, നീ എന്തിനാ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നോ BP, ബി ഹാപ്പി. അതെ ഡോക്ടർ, ഞാൻ എന്താ വന്നേന്ന് വെച്ചാൽ എനിക്കറിയാം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, നീ ഇങ്ങോട്ട് വന്നത് ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയിട്ടാന്ന് എനിക്കറിയണം. ഡോൺ വറി, ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കോ? അതൊക്കെ പിന്നെ പറയാം. ഞാനും അങ്ങനെ തന്നെ വന്ന ഈ എൻഗേജ്മെന്റ് നിർത്താനേ ഒരു നല്ല ഐഡിയ ഞാനും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ? ആദ്യം നിങ്ങൾ പറ. നീ പറ. നീ പറ. പറയുന്നേ. കുഴപ്പമില്ല, ഞാൻ പറയാം. നിന്റെ മൂക്ക് കാണിച്ച്. എല്ലാവരും ചെവിയല്ലേ ചോദിക്കുന്നത്? എന്തിനാ മൂക്ക് ചോദിച്ചത്? അതേ, ഡയലോഗിനകത്ത് കുറച്ച് ചേഞ്ച് ഉള്ളു, അതുകൊണ്ടാണ്. എന്താന്ന് പറയുന്നേ? മയക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ഉറപ്പായിട്ട് അറിയാടാ നീ വരുമെന്നുള്ള കാര്യം. റിസപ്ഷന്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉറക്കം കഴിയുമ്പോൾ എടുത്ത് കഴിക്കണം കേട്ടോ. നീ എൻഗേജ് ആക്കുന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ആരും കണ്ടിട്ടില്ല. ഇതാ നോക്ക്, എൻഗേജ്മെന്റ് കഴിയുന്നവരെ ഇതിങ്ങനെ ഇവിടെ ഇരുന്നാ മതി കേട്ടോ. അങ്കിൾ, എടാ നീ ഇവിടെ വന്നോടാ. സിസ്റ്റർ. യെസ് ഡോക്ടർ. ചെക്ക് ബുക്ക് ഇരിപ്പുണ്ടോ? നോ ഡോക്ടർ. ക്യാഷ് ആയിട്ടോ? എന്റെ കയ്യിലില്ല. ഓക്കെ, എത്ര വേണം? ഇത്രയും വേണോ? ദുഷ്ടകാലമാടാ. ഇത്രയും പണം വേണം അല്ലേ? ഞാൻ പറയുന്ന പോലെ നീ ചെയ്യൂ.
ഇത് പിടിച്ചേ. ഇവൻ എപ്പോ ബോധം വരുന്നോ അപ്പോഴൊക്കെ നീ ഇത് അടിച്ചു കൊടുക്കണം. ശ്രദ്ധയോടെ അടിച്ചു കൊടുക്കണം. ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ എന്താ നടക്കുന്ന അവൻ അറിയാനേ പാടില്ല. മനസ്സിലായി നിനക്ക്? പൈസ വൈകുന്നേരം വാങ്ങിച്ചോളൂ. ഡാ അവിടെ അവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നിവിടെ എൻഗേജ്മെന്റിന് വന്നിട്ടുള്ള എല്ലാവരെയും ഹാർട്ട്ലി വെൽക്കം. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് മിസ്റ്റർ സുഭാഷ്, എൻ്റെ ബ്രദർ ഇൻ ലോ. ഹീസ് എ വെരി ഗുഡ് സക്സസ്ഫുൾ ബിസിനസ് മാൻ. ഇന്നത്തെ ഈ ചടങ്ങിന് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിദ്ധു സിദ്ധു എന്നെ ഒന്നും ചെയ്യല്ലടാ, എന്നെ വിട്ടേക്കടാ. ഞാൻ ഈ നാട് വിട്ട് എന്നെ പോയിക്കോളടാ. നീ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നിന്നെ വെറുതെ വിടാൻ വേണ്ടി നീ കംസനൊന്നും അല്ലല്ലോ. ഞാൻ കൃഷ്ണനും അല്ല, ഞാൻ സൈലന്റ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഡോക്ടർ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഡോക്ടർ, അതാ അവനെ കൊന്നുകളഞ്ഞേ. അതല്ല ഡോക്ടർ എന്താ ഇവിടെ? ഇന്ന് ഇന്ന് എൻ്റെ അനുജത്തിയുടെ എൻഗേജ്മെന്റാ. ഡോക്ടറുടെ പെങ്ങളോ? അല്ല, എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാ നിങ്ങളുടെ പെങ്ങള്? ഇതാ എൻ്റെ അനുജത്തി. ശരി, ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇവൾക്കാണോ എൻഗേജ്മെന്റ്? എന്റെ മറ്റോണല്ലേ ചത്തെടുക്കുന്നത്? അയ്യോ, ആരാ ചേട്ടനെ അടിച്ചു വീഴ്ത്തിയത്? ചേട്ടാ ചേട്ടാ എണീക്കേട്ടാ. എന്തു പറ്റിയേട്ടാ? എണീക്കേട്ടാ. ഡോക്ടർ, എനിക്ക് പ്രേമരോഗം വന്നെന്ന് പറഞ്ഞത് ഡോക്ടറല്ലേ? എടാ, ആ ബോട്ടിൽ വെള്ളമുണ്ടോ? ചേട്ടാ, ആ രോഗത്തിന് ആരാ കാരണമെന്നറിയോ? ആരാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാരാന്നറിയോ? നിങ്ങളുടെ പെങ്ങളാ, എന്റെ ചെറി. കളിക്കടാ. ശരി ഏട്ടാ, ശരി. ചേട്ടാ, സിദ്ധു, നീ എൻ്റെ അനിയത്തിയെ... ഡോക്ടർ, ഇന്ന് മുതൽ നിങ്ങളും ഞാനും
അളിയനും അളിയനും. നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തില് താലി കെട്ടാൻ പോകുന്ന ആള് ഞാനാ. ചേച്ചി, മോളെ ചേട്ടത്തി മോളെ മോളെ ഹേയ് അയ്യോ മോനെ ഹേയ് അത് വേസ്റ്റ് ചെയ്യണ്ട. ഡോക്ടർ, ഞാൻ എങ്ങനെയാ എന്താന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. എൻഗേജ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വെക്കോ. ഏയ് പോലീസ് വന്ന് അവിടെ സാക്ഷിക്കാൻ ആള് വേണ്ടേ? എല്ലാവരും കൂട്ടിട്ട് പോയിക്കോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. നമുക്ക് സാർ. നമസ്കാരം സാർ. മരിച്ചുപോയത് ആരാ? വാസൻ എലിയാസ് ബാസ്. ആരാ കൊന്നത്? സാർ ആ സൈലന്റ് സിദ്ധുവാൻ സാർ. എനി വിറ്റ്നസ്? ഇല്ല സാർ. അപ്പൊ അവനാണ് കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? സാർ സിദ്ധു ആണ് കൊല ചെയ്തത്, പക്ഷെ സാക്ഷിയില്ല സാർ. ആ സിദ്ധുവിന്റെ വയലൻസ് ഈട് കുറച്ച് കൂടി വരുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട്. ആയിക്കോട്ടെ, നടക്കട്ടെ. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ കുടുങ്ങും. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ചേട്ടാ എടാ സിദ്ധു, ഇറങ്ങി വാടാ. ചേട്ടനെ പേര് പറഞ്ഞു വിളിക്കുന്നോ? നീയൊക്കെ ഏതാടാ? നിന്റെ ചേട്ടനെ വിളികളാ. ചേട്ടാ വാ ചേട്ടാ. എന്റെ ചേട്ടനെ വിളികളാ. നീ എന്താടാ ഈ കാണിക്കുന്നേ? എന്താടാ കാലത്തെ കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നേ? ആണല്ലേ? നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചാ പിന്നെ ഞാൻ പിന്നെ കള്ളു കുടിക്കാതെ വേറെ എന്തെങ്കിലും ആണോ ചെയ്യാൻ പോകുന്നത്? അത് ചേട്ടാ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എടാ അവനെന്റെ ഫ്രണ്ടാ. അവനെന്തോ പ്രശ്നമായിട്ട് അവൻ കുടിച്ചിട്ട് വന്നെന്ന് തോന്നുന്നേ. ഇവന്റെ പ്രശ്നം എന്താന്ന് ഞാൻ ചോദിച്ചറിഞ്ഞോളാം. നീ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാ. എന്തു പറ്റിയടാ? എടാ സിദ്ധു, ഞാനിങ്ങനെ ഒന്നും നടക്കുന്ന എനിക്ക് പോലും ഇഷ്ടമല്ലടാ. അത് നിന്നെ പോലും ഒരുത്തന്റെ കൂടെ. എന്റെ ഭാഗത്തുനിന്നോ? എന്തോന്നാടാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഓവറായത് കള്ളല്ലടാ, ലവ്, പ്യാർ, കാതൽ. എന്റെ അടുത്തോ? ഓക്കെ ഓക്കെ ഓക്കെ, നീ എന്തിനാ വന്നേന്ന് പറ. ഞാനിപ്പോ എന്തിനാ വന്നേന്നറിയണല്ലേ? നിന്റെ ക്യാരക്ടർ ഒട്ടുകൊള്ളില്ലെന്ന് പറയാൻ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായോടാ? ചേട്ടാ ഇതാ. ഇവനേതാടാ? ഇപ്പൊ പറയടാ, ഞാൻ കാരണം നിനക്ക് എന്തു പ്രശ്നമോ വന്നേ? നീ എന്താ ചോദിക്കാൻ വേണ്ടി വന്നേ? പറ. ഞാൻ വന്നതേ നിന്നോട് ചോദിക്കാൻ വേണ്ടിയല്ല, കുറച്ച് പറയാൻ വേണ്ടിയാ. ശരി, നീ പറ. നീ പറയടാ. ആ മറ്റവനെ നീ വെട്ടി വെട്ടി കൊന്നു കളഞ്ഞില്ലേ? അത് അവനെയല്ലേ. അവനെ ഞാൻ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാ അവൻ എന്തായാലും എന്നെ കൊല്ലുമായിരുന്നു. നിങ്ങൾ ആരെ വേണേലും കൊന്നു കളഞ്ഞോടാ. പക്ഷെ എന്റെ പ്രോബ്ലം അതല്ലടാ. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത്. എൻഗേജ്മെന്റ് ആണോ? ആ എൻഗേജ്മെന്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ അവിടെ സംസാരിച്ചിട്ട് വന്നു, പക്ഷെ ഞാൻ അവിടെ മയങ്ങി കിടക്കുമായിരുന്നു. ഏയ്, നീ ഓട്ടോറിക്ഷ പോലെ അങ്ങനെ ചുറ്റി ചുറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. റോക്കറ്റ് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റിലേക്ക് ഇപ്പൊ പറയാം. ആ ഡോക്ടർ അനിയത്തി ഞാനും തമ്മിൽ സ്നേഹത്തില. നീ അവളെ മറന്നു കളയണം. പിന്നെ പിന്നെ വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. നീ ആരുടെ പെങ്ങളെ വേണേലും പ്രണയിച്ചോ, പക്ഷെ ഞാനെന്തിനാ അവളെ മറക്കുന്നേ? ചേട്ടാ, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ നിങ്ങളുടെ ചെറിയെ കുറിച്ചാ. ആടാ, ചെറിയെ പറ്റി തന്നെ. ചെറി ചെറി. ചേട്ടാ 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 കരയില്ലേട്ടാ. ചേട്ടാ ചേട്ടാ പറയുന്ന ചെറിയാണോ? ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാടാ. നീ അവളെ എന്തായാലും മറന്നേ പറ്റുള്ളൂ. ശരിയാക്കി തരടാ. എന്നെ എന്താടാ നീയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നോക്കടാ, ഇതെന്റെ പ്രേമം സംബന്ധിച്ച കാര്യമാ.
ആരെങ്കിലും ഇടയെ കയറാൻ വന്നാണ്ടല്ലോ ഒരു തീർത്തുകളയും. എന്നെ പറ്റി നിനക്കൊന്നും ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാ. എടാ മുടി പറിച്ചെടുക്കുന്ന പോലെ പ്രേമങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എടാ ലവ്വാടാ. പ്രേമൊക്കെ എന്താന്ന് അറിയാത്തവന്മാരുടെ കൂടെ കൈ എടുക്കണം. അയ്യോ ചേട്ടാ വേണ്ട ചേട്ടാ, വേണ്ട. കള്ളു കുടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫീൽഡിൽ നമ്മളെ പേര് പോവും ചേട്ടാ. വേണ്ട ചേട്ടാ. അയ്യോ ഹേയ്, ഇപ്പൊ മുതലേ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തീർന്നു. ചെറിയ എന്റെയാ. അവൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നീ വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ തീർത്തുകളയും. പിന്നെ കട്ടിയാൻ വരുന്നൊരുതൻ വാ എവിടെ നോക്കടാ. ചെറിയ ആരെയാ പ്രേമിക്കുന്നത് നമുക്കറിയാം. അവൾ ആരെയാ പ്രേമിക്കുന്നത്, ആരോടുള്ള പ്രേമ ജയിക്കുന്നതൊക്കെ നമുക്ക് നോക്കാടാ. എന്റെ അടുത്ത് നീ ചലഞ്ച് ചെയ്യണോ? ചാലഞ്ച് തന്നെടാ. ചലഞ്ചാണോന്ന്? ചാലഞ്ച്. ഫ്രണ്ടാണത്രേ ഫ്രണ്ട്. കൊലയാളികൾ. എടാ നിനക്കൊന്നേ എന്റെ തനി സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. എല്ലാത്തിലും വന്ന് അലമ്പുണ്ടാക്കുമ്പോ നിൽക്കുക. പ്രേമിക്കുന്ന ഒരുത്തനെ പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാർ. ഇങ്ങോട്ട് താടാ. ഇങ്ങോട്ട് താടാ. പോ പോ. തന്നിട്ട് പോടാ. പോ. നിന്റെ അടുത്ത് പ്രത്യേകം ചോദിക്കണോ? എന്നിട്ട് താടാ. ആ സേട്ട് പൈസ തന്നായിരുന്നോ? ഇങ്ങോട്ട് എടുക്കടാ. ഇങ്ങോട്ട് എടുക്കാൻ. സിദ്ധു, എന്താ? നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ? അത് ഞാൻ പിന്നെ പറയാം. ഇവനെ ചെക്ക് ചെയ്യ്. ഹലോ സാർ, അവന്റെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അതിനയാൾ നിന്റെ അടുത്ത് ചോദിച്ചു. ഇവിടെ നോക്ക് സാർ, ഞങ്ങളെങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്കുള്ള ബഹുമാനം പോകും സാർ. നിൽക്ക് രാജേഷേ, സാർ ഇവനെ ചെക്ക് ചെയ്യ്. യെസ് സാർ. സാർ ആഹാ, സാർ ഇവന്റെ ഒരെണ്ണമുണ്ട്, നോക്ക് സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ നമസ്കാരമുണ്ട്. താങ്ക് യു പ്രേം. സാറേ പബ്ലിക്കിൽ ഇങ്ങനെ തോക്കായിട്ടൊക്കെ നടക്കുന്നത് ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ സാർ? അതെ, കേസ് കഴിയുന്നവരേക്കും പെർമനന്റ് ജയിലാ. കുറെ നാൾക്ക് ശേഷം പെട്ടതല്ലേ, നന്നായിട്ടൊന്ന് ഗൗനിച്ച് വിട്ടേരെ. യാർ പെത്ത മകനോ നീ യാർ പെത്ത മകനോ. ഓഹോ, ഇതിപ്പോ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. സിദ്ധു, ജീപ്പി കയറ്. ഏയ് നീ ആരാ? എന്തിനാ നീ ജീപ്പി കയറുന്നേ? നിനക്ക് ഇതായിട്ട് എന്താ ബന്ധം? വാ വാ വാ. ഏയ് ഗണ്ണിരിക്കുന്ന എന്റെ കയ്യിലല്ലേ. നിങ്ങൾ ആരെന്ന് പോലും എനിക്കറിയില്ല. പോവാൻ നോക്ക്. പോ. 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കാം. മര്യാദക്ക് ജീപ്പി കയറിക്കോ. സാർ ഗണ്ണ് ആരുടെ കയ്യിലുണ്ടായിരുന്നേ? ഞങ്ങളുടെ അടുത്തല്ലേ. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പോലെ. അറസ്റ്റ് ചെയ്യ്. അവന് നിങ്ങളുടെ കൂടെ തന്നെ വന്ന്. ഞങ്ങളുടെ കൂടെ വന്നത് വെച്ച് അവൻ എല്ലാരും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങള് എന്ത് പ്രൂഫാ നിങ്ങളുടെ കയ്യിലുള്ളത്? നീ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഇവന്മാരെ പിടിച്ചോണ്ട് നിന്നെ പിടിച്ചോണ്ട് പോകും. പോവാൻ നോക്ക്. പോ. അല്ല മക്കളെ, ത്യാഗം ചെയ്യാണോ? നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിക്കോടാ. കേരള ജീപ്പിൽ. വളരെ മോശമായി പോയി. ആ സിദ്ധു കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നെ അവൻ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇല്ലില്ല, ഭയങ്കര മോശമായി പോയി. ഡോക്ടർ. നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഡോക്ടർ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഡോക്ടർ. നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നീ കണ്ടല്ലോ. ചേട്ടാ, എന്താ പറയാൻ പോകുന്ന കേക്ക് കേട്ടാ. പ്ലീസ് ഡോക്ടർ. ഇങ്ങോട്ട് നോക്കിയേ. ആ സിദ്ധു ഉണ്ടാക്കി വെച്ച ടെൻഷൻ എനിക്ക് മാറിയിട്ടില്ല. ഇതിനിടയിൽ നീ വന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്നേ? ഡോക്ടർ ഇനി ആ സിദ്ധുവിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന് നീ എന്താടാ പറയുന്നേ? അതെ ഡോക്ടർ, അവനെ പെർമനന്റ് ആയിട്ട് ജയിലിലേക്ക് അയച്ചിരിക്കുക. പ്രേം, സത്യമാണോടാ നീ പറയുന്നേ? എടാ നീ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു പ്രേം. ക്ഷമിക്കടാ മോനെ, ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയി. ഇനി മുതൽ നല്ല ബോഡി ഗാർഡായിട്ട് ഇവളുടെ കൂടെ തന്നെ നിന്നോ. ബോഡി ഗാർഡായിട്ടല്ല ഡോക്ടർ. അതെന്താടാ? നല്ലൊരു ഭർത്താവായിട്ട്. പ്രേം, ചാർമിയെ പിരിഞ്ഞ് ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല ഡോക്ടർ. ഞാനിവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എടാ പ്രാന്താ, നീ അവളെ ഇഷ്ടപ്പെട്ടാ അവള് നിന്നെ ഇഷ്ടപ്പെടണ്ടേ? ഞാനും പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അതെ ഏട്ടാ, ഞങ്ങള് രണ്ടുപേരും ഒരുപാട് നാളായി ഇഷ്ടത്തിലായിട്ട്. ഈ കാര്യം ചേട്ടനോട് പറയാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തത്. ചേട്ടൻ സമ്മതിച്ചോ ഓക്കെ, ഇല്ലെങ്കിൽ ഷോക്കില് ചേട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നിട്ടാ. പ്രണയത്തെക്കാൾ കൂടുതല് ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് പ്രധാനം. വാടാ വന്നിരിക്കെ. മോനെ പ്രേമേ, എന്റെ അനിയത്തെ നീ ഇത്ര നാളായിട്ട് പ്രേമിക്കുന്നുണ്ടെന്ന് നേരത്തെ നിനക്ക് പറഞ്ഞാലെന്തായിരുന്നു? നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? നോക്കിയ മോളെ, ആണുങ്ങൾക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവില്ല. നിനക്കെങ്കിലും എന്നോട് പറയാതിരുന്നില്ലേ? നീ ചെറിയ കുട്ടിയായിരുന്നപ്പോ കളിപ്പാവ വേണമെന്ന് നീ പറയാറില്ലേ? അത് ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? കോളേജ് പോകുന്ന സമയത്ത് പ്രാവിനെ വേണമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ നിനക്ക് പിടിച്ചു തന്നില്ലേ? അതുപോലെ ഇതിനെ ഞാൻ പിടിച്ചു തരില്ലായിരുന്നോ? ഈ ദേഷ്യമൊക്കെ മാറ്റിവെക്ക്. നീ എന്റെ വീട്ടിലേക്ക്
എന്റെ അനീതിയുടെ ഭർത്താവായിട്ട് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. അല്ലടാ പ്രമേ, ദേഷ്യമൊക്കെ വിട്ടിട്ട് സ്നേഹത്തോടെ ഇരിക്കടാ. എന്തായാലും സിദ്ധു തോറ്റു, പ്രേം ജയിച്ചു. ഒച്ചത്തിൽ സംസാരിക്കണ്ട, പയ്യെ സംസാരിക്കേ. എനിക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് പറയായിരുന്നു. എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് മധുരം തരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പോയി സ്വീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വേഗം വരാം. അതുവരെ നിങ്ങൾ പോയി ഡുവേറ്റ് പാടും. ഡിങ്ക് ടക്ക കിടക്ക ഡിങ്ക് ടക്ക കിടക്ക ഡിങ്ക് ടക്ക കിടക്ക. നിന്നെ കാണാനായി ഞാൻ വന്നതോ എന്റെ ജീവൻ നീയല്ലയോ മൈന. ഈ പ്രായം എന്നും എന്നിലോ തുളുനാടൻ പ്രേമം എന്നിലോ വന്നു ഞാൻ. പാട്ടായി എന്നുള്ളിൽ വന്നു പ്രേമമയീ. നീ കൺമണിയത് തേടി വന്നതിത് ഊമകളോ. പെണ്ണേ നീ ഇനി അകലയല്ലയോ വാമുകിലേ. എന്നോർമകളിതിൽ തേടി വന്ന പുതു പൂങ്കുഴലേ. നിന്നെ കാണാനായി ഞാൻ വന്നതോ എന്റെ ജീവൻ നീയല്ലയോ മൈന. മഴയായി തിരയായി മുക്കിലായി വന്നല്ലോ. അലയായി നീ എന്നിൽ കുളിരായി വന്നല്ലോ. പ്രിയനേ നീ വരുമോ, നീ ഇരുളേകുവാ. വൈദേഹി പുഴ പോലെ നീ ഇനി വരമേകുമോ. പറയുമോ സഖിനി പ്രേമമോ. നീ പറയുമോ എൻ പ്രേമം അറിയുമോ. നിൻ മോഹമോ ഈ പ്രണയത്തേരിലോ. ഇനി വന്നിടോ സ്വന്തമേ നീയേ. നിന്നെ കാണാനായി ഞാൻ വന്നതോ തുളുനാടൻ പ്രേമം എന്നിൽ വന്നു ഞാൻ. നിനവും മനവും മുകിൽ കാറ്റുപോലെ നീ. നിറമായി നീ അകലുന്നു എന്നുള്ളിൽ നിന്നുവോ. പൊഴിയുന്നു കനമേൽ മിഴിനീരുമോ. ഉലയുന്നു കടൽമേലെ പായുമൊരു വനവേടനോ. മധുവായി നീ എന്നരികിൽ വന്നതോ. മന്ദാകിനി മറയുമോ നീ ജാലമോ. തകരില്ല നാം ഈ പ്രണയ നൗകയോ. ഈ മനസ്സിലെ സ്ഥിരബിംബമേ. അഴകേ നിന്നെ കാണാനായി ഞാൻ വന്നതോ എന്റെ ജീവൻ നീയല്ലയോ മൈന. ഈ പ്രായം എന്നും എന്നിലോ തുളുനാടൻ പ്രേമം എന്നിൽ വന്നു ഞാൻ. മക്കളെ, സോങ് ഒക്കെ തീർന്നു. എപ്പോഴും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നാലേ പെട്ടെന്ന് തന്നെ കുട്ടികളുണ്ടാവും. പ്രേം, നീ ആ സിദ്ധുവിനെ അകത്താക്കിയതിനുള്ള സമ്മാനമായിട്ട് ഞാൻ നിനക്ക് സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെന്തോ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞു. ശരീരത്തിൽ പിടിക്കാത്തൊന്നും വേണ്ട.
ഇതിങ്ങനെ കുറേശ്ശായിട്ട് എടുത്ത് വേണം കഴിക്കാൻ. എന്നാ കഴിക്ക്. അവൻ ചത്തു തുടങ്ങിയതിന് നിങ്ങൾ ദീപാവലി ആഘോഷിക്കണോ? എന്നെ ജയിലിലേക്ക് വിട്ടിട്ട് നിങ്ങൾ സ്വീറ്റ്സ് കഴിച്ചോണ്ടിരിക്കുക? പോലീസിന്റെ അടുത്ത് രക്ഷപ്പെട്ടു വന്നതാണല്ലേ? ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ നിന്നെ പിടിച്ചു കൊടുക്കാൻ. ഏയ് ഒന്നും മിണ്ടായിരിക്കടാ. നീ വെറുതെ കോൾ ചെയ്ത് സമയം കളയണ്ട. നീ ഏത് കേസിൽ എന്നെ അകത്താക്കിയാലും ഒരു സെക്കൻഡിൽ ഞാൻ പുറത്തു വരും. എന്റെ വീടിനകത്ത് വന്ന് വൃത്തികേട് കാണിച്ച നീയാ. പുറത്തു പോടാ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോകുന്ന വഴിക്ക് എതിരെ വരുന്നത് നിങ്ങളാ. ഞാനോ? ആ, എന്റെയും ചെറിയുടെ ഇടയിൽ കയറി വരുന്നത് നിങ്ങളല്ലേ? ശരിയല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ശരി, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഡാ എന്താ? വേണ്ട സിദ്ധു, വളരെ ഓവറായിട്ടുണ്ട് ഇപ്പൊ. ഇവിടെ മറന്നേക്ക് നീയാ ഓവറാവുന്നേ. നിന്നെ ഞാൻ തീർത്തുകളയും, പറഞ്ഞേക്കാം. ഏയ്, കാര്യത്തോടടുത്ത ഞാൻ റൗഡി തന്നെയാടാ. അങ്ങനെയാണോ? അതേടാ. എന്നാ നോക്കിയാലോ? നമുക്ക് നോക്കാടാ. വാടാ. ഏയ്, എന്താ എല്ലാരും കൂടി? ഇതെന്റെ വീടാ, അല്ലാതെ മാർക്കറ്റ് അല്ല. ഇവിടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, അല്ലാതെ ഫൈറ്റ് ഒന്നും വേണ്ട. ഡോക്ടർ മാമ, അവൻ്റെ അടുത്ത് പറഞ്ഞേക്ക്, എന്റെ ചെറിയ ശല്യം ചെയ്ത് കഴിഞ്ഞാ ഇവനെ ഞാൻ കൊന്നുകളയും. ഇവനെ പോലത്തെ ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കും ഡോക്ടർ. ഡോക്ടർ മാമ, ചെറിയ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? എൻ്റെ അടുത്ത് കാറ്, ബംഗ്ലാവ്, പണം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവന്റെ അടുത്ത് എന്താ ഉള്ളേ? എടാ, നിന്റെ അടുത്ത് എന്താടാ ഉള്ളേ? എൻ്റെ അടുത്ത് സ്നേഹമുണ്ടാ. എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. വായടക്കടാ. നിന്റെ അടുത്ത് എന്തിനാടാ സംസാരിക്കുന്നേ? ഡോക്ടർ അങ്കിൾ, പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിച്ചേക്ക്. ശരിയാക്കാം. പക്ഷെ കല്യാണ ചെറുക്കൻ നീയല്ല, പ്രേമായിരിക്കും. ഓഹോ, അങ്ങനെയാണോ? നിങ്ങളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുകയാണല്ലേ? ഞാനൊന്ന് നോക്കട്ടെ ഇവർ രണ്ടുപേരും എങ്ങനെയാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. നന്നായി വരും, നന്നായി വരും. വാ മക്കളെ, വേമ്പ വേമ്പ. ഓം മഹേശ്വരായ നമഃ, ഓം ദേവിയായ നമഃ, ഓം സരസ്വതിയായ നമഃ, ഓം ശിവനേ നമഃ. ഓ, എന്താ ഡോക്ടറെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട്? എന്താ ഭക്തി തുടങ്ങിയോ? ഇന്ന് ഇവരുടെ കല്യാണം നടത്തണം. ഇവർ രണ്ടുപേർക്കോ? സാധ്യമേ അല്ല. എന്താ തിരുമേനി? ഒരു കല്യാണത്തിന് നല്ല നേരവും നല്ല മുഹൂർത്തവും ഒക്കെ നോക്കണ്ടേ? ഇങ്ങനെ വന്ന് കഴിച്ചാൽ എങ്ങനെയാ? അയ്യോ, അങ്ങനെയൊന്നും നോക്കാനുള്ള സമയമില്ല. എത്രയും വേഗം ഇവരുടെ കല്യാണം ഒന്നും നടത്തി തരണം. എന്നാ ശരി, എന്നാ മാല ഇട്ടോളൂ. വേഗം വേഗം. ഓം മാംഗല്യം തന്തു ഞാനേന ദേവന ഹേതുനാ. അതെ പൂജാരി, ഇനി നിങ്ങളുടെ വായന്ന് ഒരു മന്ത്രമെങ്കിലും വന്നു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ തീർത്ത് കളയും. അയ്യോ, വേണ്ട 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 വേണ്ട. വന്നേ വന്നേ, ഇവിടെ വഴക്കുണ്ടാക്കി നിൽക്കണ്ട. നിങ്ങൾ നടന്നേ. പൂജാരി, ഇതൊന്ന് പൂജിച്ചെനിക്ക് തന്നെ. ഓം കത്തിയായ നമഃ, ഓം ബാളായ നമഃ. സാർ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഡോക്ടർ കാമേഷ്. ഇവന്റെ പേര് പ്രേം. അതെന്റെ അനിയത്തി, പേര് ചെറി. നമസ്കാരം. ഇവർ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് എത്രയും വേഗം മാലയിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യണം. നിങ്ങള് സമ്പ്രദായമൊക്കെ നോക്കുന്ന ആളാണ്. എന്താ അങ്ങനെയൊക്കെ? എന്താ ചോദിച്ചെന്നാ? ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഈ പെണ്ണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടി വന്ന പോലെ ഉണ്ട്. അയ്യോ, അങ്ങനൊന്നുമല്ല. ശരി, സാക്ഷികളോടെ? സാക്ഷി സാക്ഷി ഞാനുണ്ടല്ലോ. എന്താ ഡോക്ടറെ, നിയമം അറിയുന്ന താങ്കൾ തന്നെ എങ്ങനെ പറഞ്ഞാലോ? 2 സാക്ഷികൾ വേണം. നിങ്ങളുണ്ടല്ലോ. ഓഫീസറായിട്ടിരിക്കുമ്പോ സാക്ഷിയായിട്ട് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ, എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാലോ? അയ്യോ വേണ്ട 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 വേണ്ട. ഇവിടെ നടക്കുന്ന കല്യാണത്തെ കുറിച്ച് ആരോടും പറയാൻ നിൽക്കണ്ട. വേണ്ട വേണ്ട. അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഇപ്പൊ എന്താ ഒന്ന് ചെയ്യാ? അങ്കിളേ, സാക്ഷി കിട്ടിപ്പോയി. ആവൽ ബാന്ധവ, അനാഥ രക്ഷക, നീ എന്താടാ ഇവിടെ? നിങ്ങൾ എവിടെയാണോ അവിടെ ഞാനുണ്ടാവും. അങ്കിൾ, നിനക്ക് എത്ര വേണോ അത്രയും ഞാൻ തരാം. നീ ഒന്ന് വന്ന് സൈൻ ചെയ്താ മതി. സൈനാ? ആ ഓക്കെ, ഇതും സൈൻ തന്നെയാ. വാ വാ വാ, വാ. പ്രേം, സാക്ഷി, ഇനി ഇവർക്ക് കല്യാണം കഴിക്കാലോ. ആദ്യം ഒന്ന് ഒപ്പിട്. എടാ സൈൻ ചെയ്യടാ. ഓ, തലവിധി. കൈതാ. എടാ ഒപ്പിടറാ. നിന്റെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാ ഇത് ഞാൻ നിന്റെ കഴുത്തിലേക്ക് വെക്കേണ്ടി വരും. ഡോക്ടർ അങ്കിൾ, നിങ്ങൾ ഇവരെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും ഞാൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേരും കല്യാണമേ സ്വർഗത്തിൽ വെച്ച് നിശ്ചയിച്ചതാ. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ തന്നെ സന്തോഷമായിട്ടങ്ങ് ജീവിച്ചോളാം. ഹലോ, ഇത് ഫോറിൻ അല്ലടാ, ഇന്ത്യയാ. ഇവിടെ താലി കെട്ടി കഴിഞ്ഞാലേ ഭാര്യ ഭർത്താക്കന്മാരാവുള്ളൂ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വന്ന് വന്നേ വന്നേ വന്നേ, വേഗം വാ. ആ സിദ്ധു ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ സമ്മതിക്കുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തണം.
അതും സ്റ്റേഷനിൽ. ആ അതെ, ഇവിടെ വെച്ച് നടത്തണം സാർ. ഇപ്പോഴുള്ള പോലീസ് സ്റ്റേഷനെല്ലാം കല്യാണ മണ്ഡപമായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ. രാഹുകാലം പോലും നോക്കാതെ ഇവിടെ വെച്ച് നടക്കുന്ന എല്ലാ കല്യാണവും മംഗളകരമായിട്ടുണ്ട്. ഗുഡ്. ആ സിദ്ധു ഇവർക്ക് രണ്ടുപേർക്കും എതിരെ എന്തിനാ വരുന്നത്? അതിപ്പോ ഇവളെ വലിയ ഇഷ്ടമാണത്രേ. ഇവളെ ഞാൻ ഓൾറെഡി പ്രേമിച്ച് പോയതാണല്ലോ. നീ സിദ്ധുവിനെ സ്നേഹിച്ചിരുന്നോ? എന്താ ഇല്ല. നീ അവനെ പ്രേമിക്കുന്നില്ല, അവൻ നിന്നെ പ്രേമിച്ചിരുന്നില്ലേ? അതിപ്പോ എങ്ങനെ? ആ കഥകളെല്ലാം ഞാൻ പറയാം സാർ. അവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഇവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഒരു നല്ല ചെറുക്കനെ കണ്ടെത്തി ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സെയിം ടൈം ഒരു റൗഡി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിരന്തരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സെയിം ടൈം അവനായിരുന്നു ഇവളുടെ ലവർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഇവനായിരുന്നു ആ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല. സെയിം ടൈം അവൻ ആരെയോ കൊന്നു കളഞ്ഞു സാർ. സെയിം ടൈം അവനും ഇവനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. സെയിം ടൈം കല്യാണം ചെറുക്കൻ ഓടിപ്പോയി കളഞ്ഞു സാർ. സെയിം ടൈം ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചു. സെയിം ടൈം അവരിവിടെ വന്നിട്ടുണ്ട് സാർ. സെയിം ടൈം ഇപ്പൊ അവര് നിങ്ങളുടെ മുമ്പ് ഇരിപ്പുണ്ട്. സെയിം ടൈം ഇവരൊന്ന് കല്യാണം കഴിപ്പിക്കണം. അതെ സാർ, സമയം എന്തായി? സെയിം ടൈം സാർ. എന്റെ ബാഡ് ടൈം. ഓക്കെ, ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് അഗ്നിസാക്ഷിയായി കല്യാണം നടത്തണമെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവും തരാതെ മുങ്ങി നടക്കുന്ന ആ സൈലന്റ് സിദ്ധുവിനെ നിങ്ങള് തെളിവോടുകൂടി പിടിച്ചു തരണം. ഞങ്ങളോ? ഏയ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കല്യാണം നടക്കില്ല. ഓക്കെ സാർ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അവനെ ഞാൻ തന്നെ പിടിച്ചു തന്നോളാം. ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന രണ്ടുപേര് ഒരേ വീട്ടിലുള്ള രണ്ടുപേര് വഴക്കുണ്ടാക്കുന്നത് ഗ്യാരണ്ടിയാ. ഈ കാര്യം നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് മാത്രമേ നടക്കൂ. ഇതാര് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ ചെയ്യാ സാർ. വേണ്ട മോളെ, വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്തോളാം. അതിനു വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്തോളാം സാർ. പറയൂ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ സാർ. എന്റെ അനിയത്തിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം സാർ. എനിക്ക് ആരുടെ ജീവനും ആവശ്യമില്ല. ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. സിദ്ധു, ആ ഡോക്ടർ അങ്കിൾ, ഏയ് എടുത്തോണ്ടോടാ. ഡോക്ടർ അങ്കിൾ, എന്തുപറ്റി? എവിടെയെങ്കിലും വീണോ? ഞാൻ വീണതല്ല, എന്നെ വീഴ്ത്തിയതാ. വീഴ്ത്തിയെന്നോ? ആരാത്? നിങ്ങളെങ്ങനെ വീഴ്ത്തിയത്? പറയുന്നേ ആരാന്ന്? ആര് വീഴ്ത്താൻ? അവൻ തന്നെ, എന്റെ അനിയത്തിയെ പ്രേമിച്ചവൻ തന്നെ. പ്രേമാണോ? അവനെ ഒരു മിനിറ്റ് വാ, ഇരിക്കേ. താങ്ക് യു, താങ്ക് യു. അത് ശരി, അവനെന്തിനാ നിങ്ങൾ അടിച്ചേ? അത് പിന്നെ ഞാന് എന്റെ അനിയത്തെ, അവൻ പിന്നെ അത് ഞങ്ങൾ ചീട്ട് കളിച്ചോണ്ടിരിക്കായിരുന്നേ. ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അതും എന്റെ മുന്നിൽ വെച്ച്. പോടാ, ഇങ്ങനൊന്നും കാണിക്കലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ നോൺ വെജ് വേണമെന്ന് പറഞ്ഞ് ബഹളം. എനിക്ക് ഈ നോൺ വെജ് വീടിനകത്ത് കയറ്റത്തുമില്ല, ഞാൻ കഴിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പോവുകയാണ് പൊട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം വീടിനകത്തിരുന്ന് എന്റെ കൺമുന്നിൽ ഇരുന്ന് അവൻ കള്ളു കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനത്, എന്നിരുന്നാലും അതൊക്കെ സ്വാഭാവികമാണല്ലോ, പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ശരിയാകത്തില്ല, എന്റെ അനിയത്തിക്ക് അത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു ആ കുപ്പിയെടുത്ത് അവന്റെ തലക്കടി അടിച്ചു. എന്റെ ചേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ കള്ളുകൂടിയനല്ലേ? കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണല്ലേ? അതും പറഞ്ഞ് പുകവലിയുണ്ടെന്ന്. അയാൾ വരട്ടെ, എന്താ ഞാൻ ചെയ്യുന്നത് കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായത്, അവൻ സ്നേഹിച്ച എന്റെ അനിയത്തിയല്ല, എന്റെ സ്വത്തിനെയാണെന്ന്, അവളുടെ അക്കൗണ്ടിലുള്ള ബാങ്ക് ബാലൻസിനെയാണെന്ന്. ഇപ്പൊ മനസ്സിലായോ ആരാണ് എന്താണെന്നൊക്കെ? അയ്യോ, എനിക്കതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. നീ അങ്ങനെയൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാനേ നിങ്ങൾ അടിക്കണമെന്ന് വിചാരിച്ചിരുന്ന. പക്ഷേ റൗഡി ആണെങ്കിലും ഞാൻ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അടിച്ചില്ലേ, അതുകൊണ്ടാ പറഞ്ഞേ. ക്രിമിനൽസിനെ വിശ്വസിക്കാം, ലവേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല. നീ പറയുന്നതെല്ലാം കറക്റ്റാ മരുമോനെ. മരുമകനെന്നോ? മരുമകനെന്നാ പറഞ്ഞു? ഓ, മരുമകനെന്ന് പറഞ്ഞല്ലേ? അതെ, മരുമോനെന്നാ വിളിച്ചേ.
ആ വൃത്തികിട്ടവനേക്കാളും എന്തുകൊണ്ട് യോഗ്യത നിനക്കാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാ. എന്റെ അനിയത്തെ നീ തന്നെ കല്യാണം കഴിക്കണം എന്റെ ആഗ്രഹം. അവളുടെ കൈ പിടിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കണം. അത് മാത്രമല്ല, നീ എന്നോട് ക്ഷമിക്കുകയും വേണം. എന്തിനാ? എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. അതിനൊക്കെയാ. അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ അങ്കിൾ. നിങ്ങളിപ്പോ എന്നെ റൗഡി ഗുണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ പോലീസുകാർ ഇത് പറഞ്ഞാലുണ്ടല്ലോ, അവരുടെ വായന്ന് എന്തൊക്കെ വൃത്തികേടുകളാ വരികയെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും എനിക്ക് മദ്യം, സിഗരറ്റ്, നോൺ വെജ് അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും ഉണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമല്ലല്ലോ. നീ ഒന്നും ഇങ്ങോട്ട് ശരിക്കും നോക്കിയേ. നിന്നെ പോലുള്ള റൗഡികൾക്കെല്ലാം ഇത് വളരെ ചെറിയ കാര്യങ്ങളല്ലേ. ഞങ്ങൾക്കിത് വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നു ചേർന്നാൽ നോ മാറ്റർ. ശരി, കല്യാണം എപ്പോഴാ? ഡേറ്റ് ഫിക്സ് ചെയ്തോടെ? അത് പിന്നെ നിലവിൽ കല്യാണം കഴിച്ചേക്കുന്ന പ്രേമേ, അവനെ കുറിച്ചൊന്നും അറിയാതെ അവന്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അത് വലിയ മണ്ടത്തരായി പോയി. അപ്പൊ നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും എനിക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് അതിനുശേഷം കല്യാണത്തെ കുറിച്ച് സംസാരിക്കാന്ന്. എന്നെ പറ്റി ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാം. എനിക്കറിയില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഞാനല്ല ചോദിച്ചത്, എന്റെ അനിയത്തി അവളാ നിന്നെക്കുറിച്ച് ചോദിച്ചത്. അതുകൊണ്ടേ പിന്നെ സത്യം തന്നെ പറയണം. നീ പറയുന്ന രഹസ്യം ഞാനല്ലാതെ വേറെ ഒരാളും അറിയാൻ പോകുന്നില്ല. സത്യമായിട്ടും. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പോലീസ് നായെ പോലെ പാലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ രോമത്തിൽ പോലും അവർക്ക് തൊടാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? എന്റെ ചെറുക്ക് വേണ്ടി എന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് ഞാൻ പറയാം. ഓക്കെ അല്ലേ? അയ്യോ ഞാൻ ചേട്ടാ, വന്നത് ഒന്നും പറയല്ലേ വളർന്നത് ചേട്ടാ. ഒന്നും പറയണ്ട. ചേട്ടാ, Details ഒന്നും ഒന്നും പറയല്ലേ ചേട്ടാ, പറയണ്ട. നിനക്ക് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തുവാ പരിപാടിയാ. അതെ ചേട്ടാ, ഈ ഡോക്ടറെ ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് അയച്ചത്. ഏയ്, എന്താണ് നുണ പറയുന്നത്? ഇയാൾ അങ്ങനെയുള്ള ആളല്ല. അയ്യോ, ഇവൻ നല്ലവനാ. ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അവൻ ചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ദേ ഈ സാധനത്തിന് യൂസ് ചെയ്തതാണ്. ഏയ്, ഇവൻ പറയുന്നത് പച്ചക്കള്ളവാ. ഇവൻ പറയുന്നവനെ പറയാൻ എനിക്ക് തലയ്ക്ക് വട്ടാണ്. ഏയ്, ഇതെന്റെ ഡോക്ടറങ്ങളാ. ഇയാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? ചേട്ടാ, ഞങ്ങൾ കള്ളം പറയോ? വേണമെങ്കിൽ നിങ്ങൾ നോക്ക്. നോക്ക് നോക്ക്. ബാൻഡേജിന്റെ മുകളിൽ കൈവെക്കരുത്. കണ്ടോ ചേട്ടാ, ദേ സീക്രട്ട് മൈക്കാ. അയ്യോ, ഈ ബാൻഡേജിന്റെ ഉള്ളിൽ എങ്ങനെയാ മൈക്ക് വന്നെന്ന് എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. സത്യമായിട്ട് എനിക്കിതൊന്നും അറിയത്തില്ല. അതെ പോലീസുകാരാ, നീ പ്രശ്നക്കാരനാണെങ്കിൽ ഞാൻ അതിലും വലിയ പ്രശ്നക്കാരനാ. നിന്റെ ഇത്തരത്തിലുള്ള കളിയൊന്നും എന്നോട് വേണ്ട. ഞങ്ങൾ ജയിലിൽ നിന്ന് റിലീസായപ്പോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ നിന്റെ സിദ്ധുവിന്റെ കഥ തീരാൻ പോവാ, ഇൻസ്പെക്ടർ നല്ലൊരു പണി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ചേട്ടാ ഞങ്ങൾ ഓടി വന്നത്. സിദ്ധു സാർ, ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം ഇൻസ്പെക്ടറുടെ ഐഡിയ അല്ല കൂട്ടരാ. നിങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പോലീസുകാരുടെ ജോലിയാ. എന്തായാലും പോട്ടെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ തീർത്തേനെ. പക്ഷെ നിങ്ങളെ ഞാൻ വെറുതെ വിടുക. അതെന്താണെന്നറിയോ? ഞാൻ സ്നേഹത്തിന് കൊടുക്കുന്ന മര്യാദയാ. പോയിക്കോ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് മൺഡേ, അതായത് അടുത്ത തിങ്കളാഴ്ച ഞാൻ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോവാ. കല്യാണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ. ഹലോ, എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ എന്നെ അറിയാലോ. ഏയ് വാടാ. എങ്ങനെയാ പുറത്തു വന്ന്? ചേട്ടാ, നോ ലോജിക്, ഓൺലി മാജിക്. പോടാ കള്ളന്മാരാ. നിങ്ങൾ ഇനി ഇവിടെ നിന്നാ ഈ ജന്മത്ത് കല്യാണം നടക്കില്ല. അതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് ഐഡിയ. എന്ന് വെച്ചാൽ നാട് വിട്ട് മലേഷ്യ പോയി കല്യാണം കഴിക്കാനോ? മലേഷ്യയിലാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല, അത് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്കുവോ? നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളേക്ക് വിട്ട് നമ്മളെങ്ങനെ അവിടെ പോയി കല്യാണം കഴിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ ആ സിദ്ധുവിനെ പോയി തട്ടിക്കളഞ്ഞിട്ട് നിന്നെ ഈ നാട്ടിൽ വെച്ച് തന്നെ കല്യാണം കഴിക്കുന്നത്. സിദ്ധുവിനെ കൊല്ലാൻ പോകുന്നു പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേറെ എന്താ ചെയ്യാന്ന് പറ. കല്യാണത്തിന് വരുന്നവരെ അയാളെ വേണം. ഡോക്ടർ, ഈ സമയത്ത് കോമഡി പറയല്ലേ. ആ സിദ്ധുവിനെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പ്രേം, നീ ഞാൻ പറയുന്നത് കേട്ടോ? ആരൊന്നും പറയണമെന്നില്ല. സിദ്ധുവിനെ എന്തായാലും ഞാൻ തട്ടിയിട്ട കാര്യമുള്ളൂ. മോനെ, ഒരു മിനിറ്റ്. നിങ്ങളുടെ ലഗേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. സാർ, ഇത് ഞങ്ങൾ ഷോപ്പിംഗിൽ മേടിച്ചതാ. പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങൾ. എടുക്ക്. ആ, ഇതൊന്ന് ചെക്ക് ചെയ്യ. ഇത് നിക്കടാ, നിക്ക്. ഇതിന് ലൈസൻസ് ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഗണ്ണിന്റെ ലൈസൻസ് അല്ല, ഡ്രൈവിംഗ് ലൈസൻസ് അല്ല. ഗൺ ലൈസൻസ് ഒന്നും എന്റെ കയ്യിലില്ല. ലൈസൻസ് ഇല്ലാതെ ഗണ്ണ് കൈവശം വെക്കരുത് നിനക്ക് അറിഞ്ഞൂടെ? അത് മാത്രമല്ല സാർ, ഈ കേസിന് ജാമ്യം കിട്ടത്തില്ല. നോൺ ബെയിലബിൾ ഒഫൻസാ. കറക്റ്റ് അല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. ഡോക്ടർ അങ്കിൾ, മലേഷ്യക്ക് പോകണം. അവിടെ പോയി രണ്ടുപേരും കല്യാണം നടത്താൻ പോവാ. നടത്തി കൊടുക്ക്. പക്ഷേ എന്റെ ഗിഫ്റ്റ് മാത്രം നിങ്ങൾ മറക്കണ്ട. ആ ചെറി, ഓ മൈ ചെറി. സാർ, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് സാറേ അറസ്റ്റ് ചെയ്തത്? അവനെ പുറത്തോട്ട് വിടും സാർ. അവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായ തെളിവോടുകൂടിയാ. സാർ, ഇവൻ ഇന്നസെന്റ് സാർ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ അവൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ, ഇങ്ങോട്ട് നോക്ക് സാർ, കൊതുക് കടിക്കാണ് സാർ. അയ്യോ സാറേ,
അവൻ ജയിലിനകത്ത് കിടന്ന് കഷ്ടപ്പെടുക. ഒരു കൊതുകുതിരിയെങ്കിലും മേടിച്ചു കൊടുക്കുക സാറേ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം മുടക്കാൻ ആ സിദ്ധു ചെയ്തതാണ് സാറേ. അതിന് ഞാനാ സാക്ഷി. അവനെ ആദ്യം അറസ്റ്റ് ചെയ്യും സാറേ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പരാതി എഴുതി തരൂ. എഴുതി തന്നാ ഇവനെ വിട്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്യാവോ സാറേ? ഗൺ ആരുടെന്ന് കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നവരെ രണ്ടുപേരും വിടില്ല. ഡോക്ടറെ, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കുന്നേ. അവനെ പിടിച്ചുകൊണ്ട് നീ സെല്ലിൽ ഇടട്ടെ. അവനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നിങ്ങൾ? ചേട്ടാ വേണ്ട ഏട്ടാ, അവനെ കൊന്ന ഇവൻ ലൈഫ് ലോങ് ജയിലിൽ കിടക്കില്ലേ? പിന്നെ ഞാൻ ആരെ കല്യാണം കഴിക്കുക? മോളെ നമസ്കാരം സാർ. നമ്മുടെ ചേട്ടനെ അടുത്ത ആഴ്ച കല്യാണമാ, മറക്കാതെ വന്നേക്കണം കേട്ടോ ഇൻസ്പെക്ടർ സാറ്. എടുത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമസ്കാരം ഡോക്ടറെ. എടുത്തി, നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ് വേണം, ഏത് കളറിലെ ചുരിദാർ വേണമെന്നൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാ മതി. അല്ലെങ്കിൽ നേരിട്ട് വന്നാലും മതി. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചേട്ടത്തി കല്യാണത്തിന് റെഡിയായാൽ മതി. മനസ്സിലായോ? ഡോക്ടറെ, എടുത്തിയ മറക്കാതെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരണേ. മറക്കരുത് കേട്ടോ. സാറ് വന്നേക്കണം വിത്ത് യൂണിഫോം റെഡിയായിട്ട് വന്നേക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാടാ. മടമാരെ, എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തേക്ക് മുഹൂർത്തത്തിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ എത്തുമെന്ന്. എന്തിനാ കഴിക്കാൻ വേണ്ടിയാണ്? അല്ലടാ, ഫൈറ്റ് ചെയ്യാനാടാ. ഇവൻ ടെൻഷൻ ആയിരിക്കും. ഇവന് ഇൻവിറ്റേഷൻ കൊടുക്കടാ. ചേട്ടാ, ഉദിത് നാരായണന്റെ ഓർക്കസ്ട്ര ബുക്ക് ചെയ്യണം. വേഗം പോവാം. അത് ശരിയാണല്ലോ. നിന്റെയൊക്കെ മരണമണി അടിക്കാൻ പോകുന്നത്. നിനക്കൊക്കെ ഞാൻ വന്ന് വായിക്കരി ഇടുന്നുണ്ട്. ഥു, അവന്റെ ഇൻവിറ്റേഷൻ. ചേട്ടാ, അവൻ എനിക്കെല്ലാം അറിയാം. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. അടുത്തങ്ങനെ വന്ന ഇൻസ്പെക്ടറെ തല ഞാൻ പൊട്ടിച്ചു കളയും. കോൺസ്റ്റബിൾ, തോക്ക് താഴെ വെക്ക്. ഇൻസ്പെക്ടർ, എനിക്കൊരു വണ്ടി വേണം. 2 വീലർ 4 വീലർ? 4 വീലർ. പോയി 4 വീലർ റെഡി. ഓക്കെ സാർ. നീ ഗണ്ണ് പിടിച്ച സ്റ്റൈൽ കണ്ട നീയാണ് പോലീസ് ഓഫീസർ എന്ന് വിചാരിക്കും. ഞാൻ ക്രിമിനലാന്ന് എല്ലാരും പറയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ സഹായിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെ, ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ രണ്ടുപേരും ചേർത്തുണ്ടാക്കിയ പ്ലാനെന്ന് ആരോടും പറയരുത്. നീ പോയിക്കോ, എന്നോട് ഇറക്കിക്കോ, ഞാൻ പോയിക്കോളാം. അയ്യോ, അത് പറ്റില്ല സാർ. വണ്ടി അങ്ങ് നിർത്താൻ പറ്റില്ല. ചെറിയ അവിടെ വലിയ പ്രശ്നത്തില്ല. 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തിയാലും എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഐ എം വെരി സോറി. നീ വണ്ടി നിർത്ത് പ്ലീസ്, വണ്ടി നിർത്ത് സാർ. ഗണ്ണി എന്ന് ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്ന് വണ്ടി നിർത്ത്. ഇപ്പൊ എന്താ വേണ്ടത്? വണ്ടി ഇറങ്ങിക്കോ. എടാ എടാ, എന്താടാ സഹായിച്ചവനെ നീ റോഡിൽ തള്ളിയിട്ട് പോയല്ലോടാ. എടാ, ഞാനോ നീയോ തേടും കനവോ കണ്ടു കെട്ടല്ലേ. ഒരു ഗോൾഡൻ ചാൻസ് കളയരുതിന് നീ കണ്ടാൽ കാണാലോ. നാം ഒന്നായി തേടും കനവുകളെല്ലാം നമുക്കല്ലേ. എടി പെണ്ണെ വാടി ചുറ്റും നിന്ന് നേർക്ക് നിൽക്കാലോ. അണ്ണൻ ബാച്ചിലറിൽ ഒന്നാടി, ബാച്ചിലാകി ഫിറ്റാടി, ക്യാച്ചെടുത്ത ഹിറ്റാടി. ടൺ ടണാണ് ടൺ. അണ്ണൻ സൂപ്പർ ഹിറ്റ് സ്റ്റാർ ആടി, ഹീറോ ആണടി. ലോകമാകെ ചുറ്റുന്നു. ടൺ ടണാണ് ടൺ ടൺ ടണാണ് ടൺ ടൺ ടണാണ് ടൺ. ടൺ ടണാണ് ടൺ ടൺ ടണാണ് ടൺ. ഭീതിയില്ലല്ലോ ഇനി അംഗമായേക്കാം. പേടിയുണ്ടോൾ മാറി നിന്ന് കണ്ടു നോക്കടാ. ഇത് കാണാൻ നിക്കല്ലേ, ഇടമെണ്ണി നിന്നോടാ. എണ്ണിഞ്ചിനുള്ളിൽ വീരനുണ്ട്, തൊട്ടു നോക്കടാ. കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പേടിയുണ്ടടാ. നീ കാണുന്നതെല്ലാം നിന്റെ സ്വന്തമാ. രാവിൽ മറയത്തോ കനവാണോ നീ തേടുന്നല്ലോ. സൂപ്പർ ജോഡിയായി എന്നെ കാണാൻ തയ്യാറാണോ നീ? ടൺ ടണാണ് ടൺ ടൺ ടണാണ് ടൺ. Hey,
കാവിലാണേടാ ഇനി പൂരമായേടാ എണ്ണിഞ്ചിൽ വിരിയും സ്വർണ്ണ പൂവായി മാറി നിൻ ധൈര്യം വേണേൽ കേക്കടാ ഈ ധൈര്യം ആർക്കുണ്ട് സത്യം മിഥ്യം എല്ലാം മാറും ചുറ്റും നോക്കടാ ഇത് കേൾക്കാതെ പോകല്ലേ സെറ്റാകൂലല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജോക്കായി തോന്നണ്ട നെഞ്ചിൽ കൊള്ളുന്ന വാക്കാണേ കേൾക്കാൻ നിൽക്കണ്ട ഇനി വേഗത്തിൽ ഒന്നായി ആടിത്തിമിർക്കാൻ ടണാണട്ടൺ ടൺ ടണാണട്ടൺ എടാ ഞാനോ നീയോ തേടും കനവോ കണ്ടു കെട്ടല്ലേ ഒരു ഗോൾഡൻ ചാൻസ് കളയരുതിന് നീ കണ്ടാൽ കാണാലോ നാം ഒന്നായി തേടും കനവുകളെല്ലാം എല്ലാം നമുക്കല്ലേ എടി പെണ്ണെ വാടി ചുറ്റും നിന്ന് നേർക്ക് നിൽക്കാലോ അണ്ണൻ ബാച്ചിലറിൽ ഒന്നാടി മാച്ചിലാകെ ഫിറ്റാടി ക്യാച്ചെടുത്താൽ ഹിറ്റാടി ടൺ ടണാണ ടൺ അണ്ണൻ സൂപ്പർ ഹിറ്റ് സ്റ്റാർ ആടി ഹീറോ ഹീറോ ആണടി ലോകമാകെ ചുറ്റുന്നു ടൺ ടണാണ ടൺ ടൺ ടണാണ ടൺ എന്താ ഡോക്ടറെ, ചേട്ടനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഡെക്കറേഷനും കണ്ടില്ലല്ലോ ഇവിടെ. അതൊക്കെ വിട്ടേക്കടാ, ഡെക്കറേഷനേക്കാൾ കോപ്പറേഷൻ അല്ലടാ പ്രധാനം. ഡോക്ടർ അങ്കിൾ, മുഹൂർത്ത സമയം കഴിയാൻ പോവാ. ചെറിയ കൂട്ടിട്ട് വേഗം ഇങ്ങോട്ട് വാ. വാ ചേട്ടാ, നീ വേഗം കിടന്ന് വാ. അതെ, എല്ലാവരും എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകുന്നത് നല്ലത്. എന്താ പറഞ്ഞേ? തിരിച്ചു പോവാനോ? അതെ, മര്യാദയ്ക്ക് പൊക്കോ, ഇല്ലെങ്കിൽ ഓരോരുത്തരും ഞാൻ കൊന്നു തള്ളും. അവനൊക്കെ ഒരു കല്യാണമല്ല. വയസ്സിന് മൂത്ത ആളായതുകൊണ്ട് ചേട്ടനെ പോലെ കരുതി ക്ഷമിക്കുന്ന. ചേട്ടനെ പോലെയോ? ആ. എടാ, ഞാൻ നിന്റെ ചേട്ടനാണെങ്കിൽ എന്റെ അനീതി നിന്റെ അനീതിയാടാ. എടോ, ഞാൻ ചുമ്മാ ഒരു കാര്യം പറഞ്ഞ. നോക്കൂ ഡോക്ടർ അങ്കിൾ, ഒരുപാട് സംസാരിക്കല്ലേ. എനിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാ നിങ്ങൾക്കറിയില്ല. നീ എന്താ എന്നെ വിരട്ടുവാണോ? നീ ദാതയാണെങ്കിൽ ഞാൻ ഡോക്ടറാടാ. നീ ചെറ്റയാണെങ്കിൽ ഞാൻ വൃത്തികെട്ടവനാടാ. നീ കുത്തിയ ഞാൻ ജീവിപ്പിക്കടാ. നിന്നെപ്പോലുള്ള റൗഡികളാണോ വലുത്, എന്നെപ്പോലുള്ള ഡോക്ടറാണോ വലുത്, നമുക്ക് കാണാടാ. വന്ന് ഏറ്റുമുട്ടടാ. വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലിൽ അവളെ കൂട്ടിക്കൊണ്ടു പോവാം. മാറി നിൽക്കണം. എന്താ? വേണ്ട, എന്റെ അടുത്തേക്ക് വരണ്ട. ചേട്ടാ, എന്നെ വിട്. ചേട്ടാ, എന്നെ വിട്. ചേട്ടാ, ഞങ്ങൾ പറയുന്നത് എന്നെ രക്ഷിക്ക്. ചേട്ടാ, എന്നെ ചേട്ടൻ നോക്കിക്കോളൂ. ഡോക്ടറോട് നിൽക്കേ. അയ്യോ, എന്നെ വിടാൻ. ചേട്ടാ, പ്രേം. പ്രേം. ഓടുന്ന ട്രെയിനിന്റെയും ഭ്രാന്ത് പിടിച്ച റൗഡിയുടെയും മുന്നിൽ പെട്ടവൻ ജീവിച്ചിരുന്ന ചരിത്രമില്ല. സ്നേഹിക്കുന്നവരുടെ മനസ്സിലെ കരണ്ട് അടിക്കുന്നതിന് തുല്യമായിരിക്കും പവർ. അതെങ്ങനെ തൊട്ട് നോക്കിയാ ഉണ്ടല്ലോ. നിന്റെ ചേട്ടനവിടെ അടികൊണ്ട് ചുരുളുന്നത് കാണുന്നില്ലടാ. അവരെ രക്ഷിക്കാതെ നീ ഇവിടെ തന്നെ നിൽക്കാ. പോടാ, പോയി രക്ഷിക്ക്. അവൻ അടിക്കുന്നതന്നെ മതിയോ? നിങ്ങൾക്ക് ഞങ്ങളെ ചേട്ടൻ അടിക്കണോ? അടിക്കണമെന്നുണ്ടോ? വാടാ, ദേ ചേട്ടൻ അവിടെ അടിച്ചോണ്ടിരിക്കുക. വാടാ, നമുക്ക് പോയി അടിക്കാം. പെണ്ണുങ്ങൾക്കിടയിൽ ഫൈറ്റ് ഉണ്ടായി ആണുങ്ങൾ പോയി സമാധാനപ്പെടുത്തും. പക്ഷെ ചേട്ടന്റെ അടുത്ത് ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പാടില്ല. ഇതുപോലുള്ള പ്രാന്തന്മാരാണല്ലോ കൂടെ നിൽക്കുന്നത്. ദൈവമേ, അതെ, ഒന്ന് കയ്യിൽ നിന്ന് വിടറാ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ മോളെ. മോളെ, മോളെ, മോളെ.
പ്രേം പ്രേമ ഒന്ന് വന്നേ മോളെ മോളെ ചെറി എന്തുപറ്റി? അവളെ എടുക്ക. ഡോക്ടർ അങ്കിൾ, ചെറിക്ക് എങ്ങനെയുണ്ട്? എടാ പട്ടി, ഇതിനൊക്കെ കാരണം നീയാ. എന്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, ഇനി ഞാൻ ബാക്കി വെച്ചേക്കില്ല. എടാ ഇങ്ങോട്ട് നോക്കടാ, ഇന്നത്തെ കല്യാണം നടക്കാതെ പോയി നീ കാരണമാ. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. എന്താ ഈ കാണിക്കുന്നത്? ബഹളം ഉണ്ടാക്കാതെ മാറിക്ക്. എന്റെ അനീതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ വെറുതെ വിടില്ല. സർ, അർജന്റായിട്ട് 2 ബോട്ടിൽ ബ്ലഡ് വേണം. ബ്ലഡ് ഞാൻ തരാം. ഞാൻ തരാം. ബി പോസിറ്റീവ് ബ്ലഡാ വേണ്ട. എന്റെ ബി പോസിറ്റീവാ, ഞാൻ തരാം. സാറിന്റെ എന്റെ നെഗറ്റീവാ. നിങ്ങൾ വാ. ഡോക്ടർ അങ്കിൾ, ചെറിക്ക് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ അടുത്ത ആഴ്ച കല്യാണം ഫിക്സ് ചെയ്താലോ? ഏയ്, ഇത്രയായിട്ട് മതിയായില്ലടാ നിനക്ക്. എടാ ഇതെല്ലാം നീ കാരണമാടാ. നിർത്താവൊന്നു. ഡോക്ടർ അങ്കിൾ, നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ അവരെ വെറുതെ വിടുക. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന അറിയാലോ. സിദ്ധു, എനിക്കൊരു സഹായം ചെയ്യൂ. നിനക്ക് വേണ്ടി എന്തു വേണേലും ചെയ്യാൻ ചെറി. അപ്പൊ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് എന്റെ നെഞ്ചിന്റെ അടുത്തായിട്ടാ കൊണ്ടത്. ദയവ് ചെയ്ത് അതെന്റെ നെഞ്ചിലേക്കൊന്ന് ഷൂട്ട് ചെയ്യാമോ? എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും വഴക്കിടരുത്. ദയവ് ചെയ്തെന്നെ കൊന്നുകളഞ്ഞേക്ക് പ്ലീസ്. ചെറി, എന്റെ മനസ്സിലുള്ള സ്നേഹം പ്രേമിനോട് ഞാൻ ഷെയർ ചെയ്ത്. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമിന്റെ കൂടെ മാത്രമായിരിക്കും. ഒരു പക്ഷെ അത് നടന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ എന്റെ പേര് നിനക്ക് ഒട്ടും ഇഷ്ടമില്ലേ? ഇല്ല. എനിക്ക് എന്താ കുറവുള്ളെന്ന് പറ. ഞാൻ നിന്നെ എത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഹലോ, നീ ഞാൻ പറയുന്നല്ലേ കേക്കുന്നത്. പിന്നെ അവക്ക് നിന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എന്തിനു നീ അവളെ ശല്യപ്പെടുത്തുന്നേ? ഇത് തെറ്റല്ലേ സിദ്ധു? സോറി പറയേ. സോറി പറയാനല്ലേ പറഞ്ഞേ? സോറി. അപ്പോഴേ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അപ്പോഴേ തോന്നിയതാ, നിനക്കെന്റെ ബ്ലഡ് കൂടി മേച്ചാവില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ മേച്ചാവുന്നേന്ന്. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ. സിദ്ധു, സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും പിടിച്ചു മേടിക്കാനുള്ളതല്ല. അത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കേണ്ടത്. അത് കറക്റ്റാ ഡോക്ടർ. റൗഡികൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ചേട്ടൻ ആദ്യം ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ചേട്ടാ, ഫീൽഡിൽ നമുക്കെതിരെ ആര് വന്നില്ലെങ്കിലും നമ്മൾ ആർക്കെതിരെയും പോവില്ല. ഇതും അതുപോലെ അല്ലേ ചേട്ടാ? പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? പ്രേം, സോറി ഫ്രണ്ട്. ഇനി നിനക്ക് എന്റെ ഭാഗത്തുനിന്ന് നിന്റെ പ്രേമത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർ, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ദയവേത് എന്നോട് ക്ഷമിക്കണം. പിന്നെ കല്യാണത്തിന് എന്നെയും ക്ഷണിക്കില്ലേ? ചേട്ടാ, ഇപ്പോഴാണ് ചേട്ടന്റെ മുഖത്ത് ശരിക്കുള്ള ചിരി വന്നത്. വാ ചേട്ടാ, നമുക്ക് ശരി, വാടാ നമുക്ക് പോവാം. കണ്ടില്ലേ, ചിരിക്കുന്നത് കണ്ടില്ലേ? സുന്ദരമാ മധുവിധു തേടുന്നു ഇതാ കാറ്റേ, എന്നുള്ളിൽ മൃദുവായി വന്നല്ലോ. ഈ പ്രണയം തളിരണിയും നേരം വരൂ പ്രിയനേ, ഈ നിമിഷം തെളിയുന്നുണ്ടോ നീ പ്രിയനേ? ഞാൻ പറയും വാക്കുകളൊക്കെ നിൻ പേരായി മാറും നേരം മനസ്സെല്ലാം നീയാണല്ലോ സ്നേഹിതാ, നീയല്ലോ ഹൃദയത്താളം, നീ വരുമോ എന്നിൻ താളം, നിനക്കായി എന്നുള്ളം തേടും
മോഹമോ മൃദുവായി എന്നരികിൽ വന്നല്ലോ മൗനമോ